ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ പിറവി തിരുനാളിനോടനുബന്ധിച്ച് ഷെക്കേന ടെലിവിഷനിൽ നടത്തപ്പെടുന്ന മിസ്പ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സെപ്റ്റംബർ 1 മുതൽ 8 വരെ പ്രത്യേകമാം ഇത് നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷ, ഇത് സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്. സത്യവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ദൈവജനത്തെ ഒന്നിപ്പിച്ചു നിർത്തുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിയ ശുശ്രൂഷയാണിത്. ഇത് കർത്താവിൻ്റെ സ്വപ്നമാണ്. കഴിഞ്ഞ 3 ദിനങ്ങളിലെ ശുശ്രൂഷയിലൂടെ അതിശക്തമായ വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുകയായിരുന്നു. നമ്മുടെ കുടുംബങ്ങളോടും കൂട്ടായ്മകളോടും നമ്മളായിരിക്കുന്ന സഭാ സമൂഹത്തുള്ള ബന്ധത്തിൽ അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ 3 ദിനങ്ങളിൽ നമ്മൾ അനുഭവിച്ചത്. ആദ്യ ദിനത്തിലെ ശുശ്രൂഷയിൽ ബഹുമാനപ്പെട്ട സേവ്യർക്കൻ വട്ടായിൽ അച്ഛൻ്റെ പതിവ് ശുശ്രൂഷയിൽ നിന്ന് വ്യത്യസ്തമായ ശുശ്രൂഷയുടെ മുഖമാണ് നമ്മൾ കണ്ടത്. നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ സമുദായത്തിൻ്റെ വേദനകളും കണ്ണുനീരും രോദനവും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കേരള ജനതയുടെ മനസ്സാക്ഷിയുടെ മുൻപിൽ ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ തുറന്നു വയ്ക്കുകയായിരുന്നു. തൻ്റെ ജനത്തിനു വേണ്ടി ദൈവമായ കർത്താവ് ബഹുമാനപ്പെട്ട വട്ടായിലച്ചനെ പ്രവാചക ശബ്ദമായി ഉയർത്തിയ അത്ഭുതകരമായ ദൈവിക പ്രവർത്തനത്തിൻ്റെ കാഴ്ചയായി നമ്മൾ കണ്ടത്. നമ്മുടെ മനസ്സാക്ഷിയെ തൊട്ട് ഉണർത്തുന്ന വിധത്തിൽ നമ്മുടെ സമുദായം എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ സഭാ സമൂഹങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, സ്വയം പരിശോധിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ അരൂപി ശക്തമായി അച്ഛനിലൂടെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട വട്ടായിലച്ചനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. 2-ാം തീയതിയിലെ ശുശ്രൂഷ ബഹുമാനപ്പെട്ട സാബു അർത്തുട്ടി ബ്രദർ ആയിരുന്നു. നമ്മുടെ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെ നമുക്ക് എപ്രകാരം അതിജീവിക്കാം, ഒന്നിപ്പോടെ ഐക്യതയോടെ സഭാ സമൂഹങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ മുൻപിലുള്ള ഏത് പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട സാബു ബ്രദറിൻ്റെ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും അറിയിക്കുകയായിരുന്നു. ഇന്നലത്തെ ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദീപികയുടെ സ്വന്തം കൊച്ചേട്ടൻ ബഹുമാനപ്പെട്ട റോയച്ചൻ ഒരു പ്രവാചക ശബ്ദത്തോടെ തന്നെ നമ്മുടെ സമുദായത്തിൻ്റെ കേടുപാടുകൾ, നമ്മുടെ സമൂഹത്തിന് എപ്രകാരമാണ് ക്ഷീണം വരുന്നത്, ബലക്ഷയമുണ്ടാകുന്നത്, അതിൻ്റെ കാരണങ്ങളിലേക്ക് കാര്യസഹിതമായി പരിശുദ്ധാത്മ വെളിച്ചം വീശുകയായിരുന്നു. നാം ഒറ്റയ്ക്ക് വളരുന്നു, ഒരുമിച്ച് തളരുന്നു, തകരുന്നു എന്നുള്ള ആപ്തവാക്യത്തിലൂടെ നമ്മുടെ സഭാ സമൂഹത്തെ തൊട്ടുണർത്തുവാൻ ബഹുമാനപ്പെട്ട റോയച്ചനെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രിയിൽ ഏറെ ശക്തിയോടെ പ്രയോജനപ്പെടുത്തുകയായിരുന്നു. ഈ ശുശ്രൂഷയുടെ 4-ാം ദിനത്തിലേക്കാണ് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന? കർത്താവ് നമ്മെ വിശ്വസ്തയോടെ വരമേൽപ്പിച്ച നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ എപ്രകാരമാണ് ഈ കാലഘട്ടത്തിൽ കാവൽ ഗോപുരമായി മാറേണ്ടതെന്ന് കർത്താവ് നമ്മെ അറിയിക്കുന്ന രാത്രിയാണിത്. നമുക്കേറെ പ്രാർത്ഥനയോടെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് എല്ലാം ഏറ്റെടുക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം ഇന്ന് രാത്രിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ മുഴങ്ങണം. നമ്മുടെ കൂട്ടായ്മകളിൽ, സമൂഹങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ശബ്ദം മുഴങ്ങുവാൻ നമുക്ക് ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ സഭയുടെ അമ്മയാണ്. ഇന്ന് നമ്മുടെ സഭാപിതാവായ കർദിനാൾ ആലഞ്ചേരി പിതാവ് സഭാമക്കൾ മുഴുവൻ ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ആവശ്യകത നമ്മെ അറിയിച്ചു.
ഏറെ പ്രാർത്ഥനകൾ ഉയരുന്ന ഈ അനുഗ്രഹീത ദിനത്തിൽ നമുക്ക് നമ്മുടെ അമ്മയോട് ചേർന്ന് തുറന്നു വരുന്ന മണിക്കൂടികളിൽ ദൈവത്തിൻ്റെ ശക്തമായ ആലോചന നമുക്ക് ലഭിക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മിൽ ശക്തമായി വെളിപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഇരു കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ യാചനാപൂർവ്വം തുറന്നു പിടിക്കുക. നമ്മുടെ സമൂഹത്തെ ശക്തിപ്പെടുത്തുവാൻ തക്കവിധമുള്ള സ്വർഗത്തിൻ്റെ എല്ലാ ടൂളുകളും കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കുക. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ വേദനിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കർത്താവ് തീർപ്പുണ്ടാക്കും. അവിടുന്ന് മാറ്റമില്ലാത്തവനും മാറാത്തവനുമായ ദൈവമാണ്. നമ്മുടെ സമുദായത്തെ വളർത്തുവാനായിട്ട്, നമ്മുടെ വിശ്വാസത്തെ നാളുകളിൽ പടുത്തുയർത്തുവാനായിട്ട് കർത്താവേ ഞങ്ങൾക്ക് അതിനാവശ്യമായ സകല കൃപാവരങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം യേശുനാമം വിളിച്ച് നമ്മൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തിയായി, ദൈവകൃപയായി, ദൈവത്തിന്റെ ജീവനുള്ള സാന്നിധ്യമായി പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ പരിവർത്തിക്കട്ടെ, നമ്മുടെ കൂട്ടായ്മകളിലേക്ക് വ്യാപരിക്കട്ടെ, നമ്മുടെ സഭാ സമൂഹങ്ങളിൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവികാലോചനകൾ നൽകണമേ. ഹോളി സ്പിരിറ്റ് സ്പീക്ക് ടു us. ഞങ്ങളോട് സംസാരിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായാണ്. നമ്മുടെ കർത്താവിൻ്റെ തിരുമുഖത്തെ കണ്ണുറപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സമൂഹത്തെ പടുത്തുയർത്തുവാൻ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ സംരക്ഷകരായി ഞങ്ങളെല്ലാം രൂപപ്പെടുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗത്തിന്റെ ടൂളുകൾ ഈ സമയം നൽകണമേ. കൃപാവരങ്ങളാൽ ഞങ്ങളെ സമ്പന്നമാക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടെ അങ്ങ് പാടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആമേൻ. തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ കൃപാവരങ്ങൾ നൽകണമേ. ശത്രു തന്നൂടെ തീയമ്പുകളെ കൊളുത്തിടുന്നു തകർത്തിടുവാൻ. കർത്താവേ, ഞങ്ങൾ തകരുവാൻ അങ്ങ് അനുവദിക്കരുതേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. എല്ലാവരും ഒരുമിച്ച് പാടുകേ. തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്ന്. ആഗ്രഹിച്ചൊന്ന് പറഞ്ഞ കർത്താവിനോട്, ശത്രുവിന്റെ കുന്തമുനകളുടെ മുനകൾ ഒടിച്ചു കളയണമേ. കർത്താവേ, ഞങ്ങളുടെ സഭയെ, അവിടുത്തെ ജനത്തെ പരിരക്ഷിക്കണമേ. കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ശത്രു തന്നോടെ തീയമ്പുകളെ കൊളുത്തിടുന്നു തകർത്തിടുവാൻ. കർത്താവേ, കൃപ തരണമേ. ഈ പോരാട്ടത്തിൽ ഞങ്ങളെ ജയമുള്ളവരാക്കണമേ. തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. തന്നിടുക നിൻ. എല്ലാവരും ഒരുമിച്ച് പാടി പ്രാർത്ഥിച്ചേ. തളർന്നിടാതെ, പോരാട്ടത്തിൽ ഞാൻ. സഭയുടെ അമ്മയായ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ നാഥയായ പരിശുദ്ധ കന്യകാമാതാവേ, ക്രിസ്ത്യാനികളുടെ സഹായമാണ് പരിശുദ്ധ മറിയം. അമ്മയുടെ കരം പിടിച്ച്
അമ്മയോടൊപ്പം നമ്മൾ ഒരുമിച്ച് സാധിക്കുന്നവരൊക്കെ വലതുകരം ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നവരായി നമ്മൾ മാറുവാൻ, ദൈവം നമുക്ക് നൽകുന്ന ആലോചനകൾ പൂർണ്ണമായും സ്വീകരിക്കുവാൻ നമുക്ക് ഒരുമിച്ച് നമ്മൾ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാം. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ചേർന്ന് പാടിക്കേ. ആവേ ആവേ മരിയ, അമ്മേ അമ്മേ ആവേ മരിയ, അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ മുൻപിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കുമായിരിക്കാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവമായ കർത്താവ് ശക്തമായൊരു ദൗത്യം നൽകുന്നുണ്ട്. അത് വെറുമൊരു ദൗത്യമല്ല, അത് പ്രവാചക ദൗത്യമാണ്. പ്രൊഫറ്റിക് മിഷൻ. സത്യവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ദൈവജനത്തെ ഒന്നിപ്പിച്ച് നിർത്തുവാനുള്ള പ്രവാചക ദൗത്യമാണ് ക്രൈസ്തവരായ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നത്. നമ്മൾ അതിനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. യെസയ്ക്കേൽ പ്രവചനം 22-ാം അധ്യായം 30-ാം വചനത്തിൽ നമ്മുടെ ഈ പ്രവാചക ദൗത്യത്തിൽ എന്താണ് കർത്താവ് നമ്മളെ പരമേൽപ്പിക്കുന്ന 2 കാര്യങ്ങൾ നമുക്കവിടെ കാണാം. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല. ഈ വചനത്തിലൂടെ 2 കാര്യങ്ങൾ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. ഒന്നാമതായി, വിശ്വാസത്തിൻ്റെ കോട്ട പണിയുവാൻ ദൈവം നമ്മെ ചൂസ് ചെയ്തിരിക്കുകയാണ്, അതിനായി നിയോഗിച്ചിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ സഭാ സമൂഹങ്ങളിൽ നമ്മുടെ വിശ്വാസം ഇന്ന് ദുർബലമാകുന്നു, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ദുർബലമാകുന്ന ഈ വിശ്വാസത്തെ റിസ്റ്റോർ ചെയ്യുവാൻ, റീബിൽഡ് ചെയ്യുവാൻ, വിശ്വാസത്തിൻ്റെ കോട്ട പണിയുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയുമാണ് ഈ നാളുകളിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. രണ്ടാമത്, ആ വചനത്തിലൂടെ കർത്താവിൻ്റെ അരൂപി നമ്മെ അറിയിക്കുകയാണ് കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാൻ. കോട്ടയുടെ ഉള്ളിലുള്ള ചില വിള്ളലുകളുണ്ട്. ഈ വിള്ളലുകളെ വലുതാക്കുന്നവരല്ല നമ്മൾ. ഈ വിള്ളലുകളിൽ നിലയുറപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ വിള്ളലിൽ നിലയുറപ്പിക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമായൊരു കാര്യമല്ല. അത് വലിയ സഹനത്തിൻ്റെയും കഷ്ടതയുടെയും അനുഭവങ്ങളാണ്. ചിലപ്പോൾ ജീവത്യാഗം വരെ സംഭവിച്ചു എന്ന് വരും. പക്ഷെ പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ജീവനെ ഞാൻ വിലപ്പെട്ടതായി കാണുന്നില്ല. കാരണം നമ്മുടെ ജീവനേക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് നമുക്ക് നമ്മുടെ വിശ്വാസം. ഈ 2 ദൗത്യങ്ങൾ ഈ നാളുകളിൽ കർത്താവ് തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി നൽകുകയാണ്. വീണ്ടും എസെക്കിയേൽ പ്രവചനം 33-ാം അധ്യായം 7-ാം വചനത്തിൽ വീണ്ടും ദൈവത്തിൻ്റെ വചനം നമ്മൾ അറിയിക്കുകയാണ്. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. ഇത് വളരെ ശക്തമായ ദൈവത്തിൻ്റെ ആലോചനയാണ്. പ്രവാചകൻ എസെക്കിയേലിനോട് ദൈവം അറിയിക്കുകയാണ്, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കാവൽക്കാരനായി നിന്നെ നിയമിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ സംരക്ഷകരായി, നമ്മുടെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരായി, നമ്മുടെ വിശ്വാസത്തെ പടുത്തുയർത്തുന്നവരായി ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രവാചക ദൗത്യം. ഈ ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ക്രൈസ്തവരായി നമുക്കാർക്കും സാധ്യമല്ല.
പക്ഷെ പൗലോസ് സഭയെ അറിയിക്കുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വചനമാണ്. വളരെ ശക്തമായൊരു വചനമാണത്. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. വിശ്വാസത്തിനു വേണ്ടി നല്ല പോരാട്ടം നടത്തുക. നമ്മുടെ വിശ്വാസം പടുത്തുയർത്തുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സഹിക്കേണ്ടി വരും. ഒരുപാട് കഷ്ടനഷ്ടങ്ങളെല്ലാം നമുക്ക് സംഭവിക്കും പ്രിയപ്പെട്ടവരെ. എന്നാൽ പൗലോസിലൂടെ ദൈവം നമ്മൾ അറിയിക്കുകയാണ്, ഇതിലേക്കാണ് ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. വേദപുസ്തകത്തിൽ മനോഹരമായൊരു പുസ്തകമാണ് നെഹേമിയയുടെ പുസ്തകം. ദൈവം തൻ്റെ ജനത്തെ റിസ്റ്റോർ ചെയ്യുവാൻ വേണ്ടി നെഹേമിയയെ തെരഞ്ഞെടുക്കുകയാണ്. ആ സമയത്ത് ദൈവജനത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കഷ്ടതയിലും അപമാനത്തിലും ദുഃഖ ദുരിതത്തിലുമായിരുന്നു കർത്താവിൻ്റെ ജനം. തൻ്റെ ജനത്തെ റിസ്റ്റോർ ചെയ്യുവാൻ, റീബിൽഡ് ചെയ്യുവാൻ നെഹേമിയയുടെ ഉള്ളിൽ ഒരു ആത്മഭാരം കർത്താവ് കൊടുക്കുകയാണ്. തൻ്റെ ജനത്തെ പ്രതിയുള്ള ആത്മഭാരത്താൽ നെഹേമിയ നിറയപ്പെടുകയാണ്. നെഹേമിയ ഒരു പ്രവാചകനോ പുരോഹിതനോ രാജാവോ ഒന്നുമായിരുന്നില്ല. പേർഷ്യൻ രാജാവായ ആർത്തറക്സസ് രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു നെഹേമിയ. ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ, ഒരു സാധാരണ മനുഷ്യൻ. എന്നാൽ സാധാരണ മനുഷ്യനായ ഈ നെഹേമിയയെ ദൈവം തൻ്റെ ജനത്തെ റിസ്റ്റോർ ചെയ്യുവാൻ, തൻ്റെ ജനത്തിൻ്റെ പുനഃസ്ഥാപനത്തിനു വേണ്ടി പ്രത്യേകമായി നിയോഗിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന, നമ്മുടെ സമുദായം അനുഭവിക്കുന്ന ഒരുപാട് വേദനകളും കഷ്ടതകളും പല വിധത്തിലുള്ള നീറുന്ന രോദനങ്ങളൊക്കെയുണ്ട്. നെഹേമിയയുടെ കാലവുമായി നമ്മൾ ബന്ധപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ അർത്ഥവത്തായൊരു ഒന്നാണ്. എന്തായിരുന്നു നെഹേമിയയ്ക്ക് ദൈവം കൊടുത്ത മിഷൻ? ദൈവജനത്തിൻ്റെ റിസ്റ്റോറേഷൻ ആയിരുന്നു. ഈ മിഷന് വേണ്ടി നെഹേമിയ മുന്നോട്ട് പോകുമ്പോൾ നെഹേമിയയ്ക്കുണ്ടായ ചില പ്രതിസന്ധികൾ നെഹേമിയയ്ക്ക് മാത്രമല്ല, തന്നോടൊപ്പം ഉണ്ടായിരുന്ന തൻ്റെ ജനത്തിനും. 2 രീതിയിലുള്ള പ്രതിസന്ധികളെയാണ് നെഹേമിയ നേരിടേണ്ടി വന്നത്. ഒന്ന്, പുറമേ നിന്നുണ്ടായ പ്രതിസന്ധികൾ. 2, അകമേ നിന്നുണ്ടായ പ്രതിസന്ധികൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് നമ്മൾ വിശ്വസ്തയോടെ വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ വിശ്വാസം പടുത്തുയർത്തുവാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ, നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളെ, ആക്രമണങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും. അത് പുറമേ നിന്നും അകമേ നിന്നും. ഇവിടെ എന്താണ് നെഹേമിയയ്ക്ക് നേരിടേണ്ടി വന്നത്? നെഹേമിയയുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ ദൈവജനത്തെ ദുർബലമാക്കുവാൻ, ജനത്തിൻ്റെ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ, അവരുടെ ഐക്യത്തെ തകർക്കുവാനും അവരെ ഛിന്ന ഭിന്നമാക്കുവാനുമായി ശത്രു ഉപയോഗിച്ച പ്രധാനപ്പെട്ട 4 തന്ത്രങ്ങൾ. ഇത് തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 1-ാമത്തെ ശത്രുവിൻ്റെ തന്ത്രമായിരുന്നു നെഹേമിയയുടെ പുസ്തകം 4-ാം അധ്യായം 1-2 വചനങ്ങളിൽ കാണാൻ പറ്റും. ആ വചനഭാഗം നമുക്കൊന്ന് വായിക്കാം. ഞങ്ങൾ മതിൽ നിർമ്മിക്കുന്നുവെന്ന് കേട്ട് സൻബല്ലത്ത് ക്രുദ്ധനായി. അവൻ ഞങ്ങളെ പരിഹസിച്ചു. അവൻ ചാർച്ചക്കാരുടെയും സമരിയ സൈന്യത്തിൻ്റെയും മുൻപാകെ യഹൂദരെ പരിഹസിച്ചു പറഞ്ഞു, ദുർബലരായ ഈ യഹൂദർ എന്താണ് ചെയ്യുന്നത്? വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പരിഹസിക്കുകയാണ്. സൻബല്ലത്തും അവനോടൊപ്പം ഉണ്ടായിരുന്ന ദൈവജനത്തിൻ്റെ നാശത്തെയും തകർച്ചയെയും തളർച്ചയും ആഗ്രഹിച്ചിരുന്ന ശത്രുക്കള് പരിഹസിക്കുകയാണ്.
അവിടെ വിശ്വാസത്തെ ദുർബലമാക്കുവാൻ, അവിടെ ഐക്യത്തെ തകർത്ത് കളയുവാൻ. പ്രിയപ്പെട്ടവരെ, നെഹേമിയായും അന്നത്തെ വിശ്വാസ സമൂഹം നേരിട്ട ഇതേ പ്രതിസന്ധിയാണ് ഞാനും നിങ്ങളും ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെ ദുർബലമാക്കുവാൻ, ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ സഭയുടെ പൗരോഹിത്യത്തെയും സഭയുടെ സന്യാസത്തെയും സഭയുടെ കുദാശകളെയും സഭയുടെ ശുശ്രൂഷകളെയും പരിഹസിക്കുന്ന വിധത്തിൽ, അധിക്ഷേപിക്കുന്ന വിധത്തിൽ, അതിനെ അവഹേളിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലൂടെ എല്ലാം ക്രൈസ്തവ വിശ്വാസത്തെ പരസ്യമായി അധിക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന വിധത്തിലുള്ള ചില സംഘടിതമായ നീക്കങ്ങൾ ഈ നാളുകളിൽ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ വിശ്വാസത്തെ അവഹേളിക്കുന്ന ചില പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ അറിയാതെ ഹൃദയം വേദനിച്ചു പോവുക. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളെങ്കിലും നമുക്ക് ഏതാനും ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ വിശ്വാസത്തെ പരിഹസിക്കുവാൻ. എന്തിനാണ് നമ്മുടെ വിശ്വാസത്തെ പരിഹസിക്കുന്നത്? അത് മറ്റൊന്നിനു വേണ്ടിയല്ല, നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കാൻ. വിശ്വാസം ദുർബലമായാൽ പിന്നെ സഭയെ തളർത്താൻ ഈസിയാണ്, സഭയെ തകർത്ത് കളയാൻ വളരെ എളുപ്പമാണ്. വിശ്വാസം ദുർബലമായാൽ നമ്മുടെ കുടുംബങ്ങൾ താറുമാറായി പോകും, നമ്മുടെ കുടുംബങ്ങളെ ഭദ്രത നഷ്ടപ്പെട്ടു പോകും. വിശ്വാസം ക്ഷയിച്ചു പോയാൽ നമ്മുടെ സമുദായം തന്നെ ഇല്ലാതാകും. നമ്മുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളും ധാർമ്മിക ബോധമില്ലാത്തവരായി, മൂല്യബോധമില്ലാത്തവരായി അവരെല്ലാം നശിക്കും. വിശ്വാസം ദുർബലമായപ്പോൾ നമ്മൾ ചില രാജ്യങ്ങളിലോട്ട് വരാം. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഈറ്റല്ലങ്ങളായി നിന്ന പല രാജ്യങ്ങളും ഇന്ന് എന്താ സംഭവിച്ചത്? അവിടെ വിശ്വാസം ദുർബലമായപ്പോൾ വേറെ മറ്റു പലരും അതിൽ ആധിപത്യം കൈയടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് വിശ്വാസം ദുർബലമാകുന്ന എല്ലായിടങ്ങളിലും സംഭവിക്കാനായി പോകുന്നത്. അതിന് വളരെ സംഘടിതമായ വിധത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ തേജോവധം ചെയ്യാനും ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുവാനുമായി ഇന്ന് സംഘടിതമായ നീക്കങ്ങൾ. ആ ഓരോരോ പോസ്റ്റുകൾ നമ്മൾ നോക്കിക്കുകയും പരസ്യമായി നമ്മുടെ വിശ്വാസത്തെ അവഹേളിക്കുകയാണ്. കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ ഈ അടുത്ത നാളിൽ ഇറങ്ങിയ സിനിമകൾ നമ്മൾ നോക്കണം. ക്രൈസ്തവ പേരുകൾ നൽകി പൊതുസമൂഹത്തിൽ ക്രൈസ്തവരെ പരസ്യമായിട്ട് അധിക്ഷേപിക്കുക. ഇതിലൂടെ നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കി നമ്മുടെ യുവജനങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും സഭയുടെ സംവിധാനങ്ങളിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയുവാനുള്ള ചില സംഘടിതമായ നീക്കങ്ങൾ. പ്രിയപ്പെട്ടവരെ, ശത്രുവിൻ്റെ ഒന്നാമത്തെ തന്ത്രമായിരുന്നു പരിഹാസവും അധിക്ഷേപവും. രണ്ടാമത്, ദൈവജനത്തെ തകർക്കുവാനായിട്ട്, ദൈവജനത്തെ ഇല്ലാതാക്കാനായിട്ട് ശത്രുവിടുത്തെ രണ്ടാമത്തെ ഒരു തന്ത്രം നമുക്ക് അവിടെ കാണാൻ പറ്റും. നെഹെമിയായുടെ പുസ്തകം 4-ാം അധ്യായം 7-8 വചനങ്ങളാണ്. ആക്രമിക്കുക, അതിലൂടെ ഇല്ലാതാക്കുക, നശിപ്പിക്കുക. എന്നാൽ സൻബല്ലത്തും തോബിയായും അറബികളും അമോന്യരും അഷ്തോത്യരും ജെറുസലേം മതിലിൻ്റെ പുനർനിർമ്മാണം പുരോഗമിക്കുന്നുവെന്നും വിടവുകൾ അടഞ്ഞുവെന്നും തുടങ്ങിയെന്ന് കേട്ട് കോപാക്രാന്തരായി ജെറുസലേമിനെതിരെ പൊരുതാനും കലാപം സൃഷ്ടിക്കാനും അവർ ഉപായം തേടി. ദൈവജനത്തെ തകർക്കുവാനായിട്ട്, നശിപ്പിക്കുവാനായിട്ട്, അവർക്കെതിരെ കലാപമുണ്ടാക്കുവാൻ അവർ ആസൂത്രണങ്ങൾ നടത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര കൃത്യമായിട്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഈ ദുരിതങ്ങളും നമ്മുടെ സമൂഹം നേരിടുന്ന ചില തകർച്ചകളും നമ്മുടെ മുൻപിലുള്ള ചില പ്രതിസന്ധികളൊക്കെ
പ്രവചനാത്മകമായ രീതിയിൽ പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അവർ ഉപായം തേടുകയാണ് കലാപങ്ങൾ സൃഷ്ടിക്കുവാൻ. ഈ കലാപത്തിലൂടെ ദൈവജനത്തെ തകർക്കുവാനായിട്ട്. ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഒരു ദേശത്തോ ഒരു രാജ്യത്തോ മാത്രമല്ല, ലോകം മുഴുവൻ ക്രൈസ്തവ വിരുദ്ധത ഇന്ന് ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകവ്യാപകമായി ക്രൈസ്തവർ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നു. എന്തുമാത്രം ക്രൈസ്തവ പീഡനങ്ങളാണ് ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പീഡനങ്ങൾക്കെതിരെ രാഷ്ട്രീയ നേതാക്കന്മാരോ സാംസ്കാരിക നായകന്മാരോ അല്ലെങ്കിൽ ലോകത്തിന് മറ്റ് സെലിബ്രിറ്റികളോ സമുദായ നേതാക്കന്മാരോ ആരെയും കാണുന്നില്ല. എല്ലാവർക്കും ഒരു നിസ്സംഗതയാണ്. ക്രൈസ്തവ സമൂഹത്തിന് എന്ത് സംഭവിച്ചാലും ആർക്കും ഒന്നും ഒരു വികാരവും ഇല്ലാത്തൊരവസ്ഥ. ക്രൈസ്തവരെല്ലാം ക്ഷമിക്കണം, സഹിക്കണം, പൊറുക്കണം എന്നുള്ള ചിന്താഗതിയായിരിക്കും ചിലപ്പോൾ ഇത്തരത്തിൽ പലരെയും നിശബ്ദരാക്കുന്നത്, നിസ്സംഗതയുള്ളവരാക്കുന്നത്. ഇന്നലത്തെ ശുശ്രൂഷയിൽ ബഹുമാനപ്പെട്ട റോയച്ചനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ഭാഷയിൽ നമ്മോട് സംസാരിച്ചു. പ്രതികരിക്കുക, പ്രതിഷേധിക്കുക, പ്രതിരോധിക്കുക എന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനമാണ്. പ്രിയപ്പെട്ടവരെ, പ്രതികരിക്കുന്നതും പ്രതിരോധിക്കുന്നതും പ്രേക്ഷിത പ്രവർത്തന. ഇന്ന് പലപ്പോഴും പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്, എന്തുണ്ടായി നമുക്കെതിരെ എന്തൊക്കെ സംഭവിച്ചാലും, നമ്മൾ എന്തുമാത്രം തകർക്കാനും നശിപ്പിക്കാനും പരിശ്രമിച്ചാലും, അധിക്ഷേപിക്കാനും പരിഹസിക്കാനും തയ്യാറായാലും നമ്മൾ മിണ്ടാതിരുന്നാൽ മതിയെന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, മിണ്ടാതിരിക്കുന്നതല്ല. ചില കാര്യങ്ങളിൽ കർത്താവിന് യോഗ്യമാം വിധം പ്രതികരിക്കാനും പ്രതിഷേധിക്കുവാനും നമ്മുടെ സമൂഹം തയ്യാറാകണം. നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും, ഹെരോദസിനെ നോക്കി കർത്താവ് എന്ന് പറഞ്ഞു, ഞാൻ പോയി ആ കുറുക്കനോട് പറയേ, ഞാൻ ഇന്നും നാളെ ഇവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന്. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട രീതിയിൽ കർത്താവ് പ്രതികരിച്ചതായി പല സംഭവങ്ങളും സുവിശേഷത്തിൽ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ഇല്ലാതാക്കിയിട്ടല്ല നമ്മൾ ക്ഷമിക്കേണ്ടത്. ക്ഷമിക്കാൻ നമ്മൾ ഉണ്ടായിട്ട് വേണ്ടേ? നമ്മുടെ വിശ്വാസത്തെ ബലി കഴിച്ചുകൊണ്ടല്ല നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനും പോകേണ്ടത്. അത് ക്രിസ്തീയമല്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നൊരു മാതൃകയിലെ പൊതുസമൂഹത്തെ നശിപ്പിച്ചോ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് കേടുപാടുകൾ വരുത്തിയിട്ടല്ല, എന്നാൽ നമ്മൾ പ്രതികരിക്കേണ്ട രീതിയിൽ ഇനി പ്രതികരിക്കേണ്ട സമയമായി, നമ്മൾ പ്രതിഷേധിക്കേണ്ട സമയമായി, നമ്മൾ പ്രതിരോധിക്കേണ്ട സമയമായി. മിസ്ബ ഈ ശുശ്രൂഷയിലൂടെ ദൈവം തന്റെ ജനത്തെ ഇപ്രകാരം ഉണർത്തുകയാണ്. ഇവിടെ അവരെ ഉപായങ്ങൾ തേടുകയാണ് ദൈവജനത്തെ ഇല്ലാതാക്കാനായിട്ട്. നമ്മൾ കണ്ടു, പാകിസ്ഥാനിൽ 14 വയസ്സ് മാത്രം പ്രായമുള്ള മരിയ ഷഹബാസ്, അപ്പനാവൻ പ്രായമുള്ള ഒരു മനുഷ്യൻ അവളെ തട്ടിക്കൊണ്ടുപോയി. ആ 14 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് അനുഭവിച്ച അവളുടെ വേദന, കണ്ണുനീര്, ലോക മനസാക്ഷി ഞെട്ടിപ്പിച്ച സംഭവം. പക്ഷെ ആരും പ്രതികരിക്കാനുണ്ടായില്ല. രാഷ്ട്രീയ നേതാക്കളോ സാംസ്കാരിക നായകന്മാരോ സെലിബ്രിറ്റികളോ സംസാരിക്കേണ്ടവർ പ്രതികരിക്കേണ്ടവർ ആരെയും ആ സമയത്ത് കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ഗർഭിണിയായ രാഹന അത് ചെരിഞ്ഞു പോയപ്പോൾ, മരിച്ചു പോയപ്പോൾ അതിനെ പ്രതി എന്തൊക്കെ പ്രതിഷേധങ്ങളും എന്തൊക്കെ ഇവിടെ നടന്നുകൂടിയത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ക്രൈസ്തവ വിരുദ്ധത ഇന്ന് ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകവ്യാപകമായി നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നമുക്കെന്താ കാണാൻ കഴിയുന്നത്? പല വിധത്തിലും ക്രൈസ്തവ പീഡനങ്ങൾ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ലോകവ്യാപകമായിട്ട്. നൈജീരിയയിൽ ഇതുവരെ ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ട ക്രൈസ്തവരെ 30,000-ഓളം പേരാണ്. 2015 മുതൽ കൊല്ലപ്പെട്ട ക്രൈസ്തവരെ 11,500.
നൈജീരിയയിൽ തന്നെ 2018 കൊല്ലപ്പെട്ട ക്രൈസ്തവർ 2400 2019 കൊല്ലപ്പെട്ട ക്രൈസ്തവർ 1050 പേരാണ്. 2020 ആദ്യത്തെ 6 മാസത്തിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവർ 1200 പേരാണ്. 13 ലക്ഷം ക്രൈസ്തവർ ഇതുവരെ പലായനം ചെയ്യപ്പെടുകയാണ്. തങ്ങളുടെ സ്വന്തം നാടും വീടൊക്കെ ഉപേക്ഷിച്ച് അവർ ഓടിപ്പോവുകയാണ്. വേൾഡ് മാപ്പ് ലിസ്റ്റിൻ്റെ ആ ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് 2019 വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളായ ക്രൈസ്തവരെ ലോകവ്യാപകമായി 4136. ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏകദേശം 70,000-ഓളം വരുന്ന ക്രൈസ്തവരാണ് വിശ്വാസത്തിന് വേണ്ടി കൊല്ലപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ക്രൈസ്തവ പീഡനങ്ങൾ ഇന്ന് ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അരംഗങ്ങൾ ഏതാനും നമുക്കൊന്ന് കാണാം. ഇതൊക്കെ പല വിധത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ കാണുന്നതാണ്. ക്രൈസ്തവ പീഡനങ്ങളുടെ പൊയ്മുഖങ്ങളാണ് ഇതൊക്കെ. എത്ര വേദനാജനകമായ കാര്യങ്ങളാണ്. ഇരുപത്തൊന്നോളം കോപ്റ്റിക് ക്രൈസ്തവരെ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളാവുക. ഇതുപോലെയുള്ള പീഡനങ്ങൾ ഓരോ ദിവസം അരങ്ങേറിക്കൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവ് പറഞ്ഞു, കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 9-ാം വചനത്തിൽ എന്താണ് വചനം പറയുന്നത്? നിങ്ങൾ അനേകരെ എൻ്റെ നാമനിമിത്തം ദേഷിക്കപ്പെടും. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ വധിക്കും. എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദേഷിക്കും. ഈ വചനം ആക്ഷരികമായി ഈ നാളുകൾ നിറവേറിക്കൊണ്ടിരിക്കുക. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ വധിക്കും, കൊന്നുകളയും. എൻ്റെ നാമനിമിത്തം സകല മനുഷ്യരും നിങ്ങളെ ദ്വേഷിക്കും. ആക്രമണത്തിനായി അവർ ഉപായങ്ങൾ തേടുകയാണ്. മൂന്നാമത്, ദൈവജനത്തെ തകർക്കുവാൻ, അവരുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുവാനും അവരെ ചിതറിക്കുവാനുമായി ശത്രു ചെയ്ത മൂന്നാമത്തെ തന്ത്രമായിരുന്നു ഭീഷണിയും ഭയപ്പെടുത്തലും. ഇത് ഇന്നും നമ്മളായിരിക്കുന്ന നാളുകളിൽ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നെഹെമ്യായുടെ പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. 6:9. അവിടെ എന്താണ് വചനം പറയുന്നത്? നെഹെമ്യ ഇപ്രകാരം തന്റെ ജനത്തെ നോക്കി വിളിച്ചു പറയുകയാണ്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. ജോലി ചെയ്യാനാവാത്ത വിധം ഞങ്ങളുടെ കരങ്ങൾ തളർന്നു പോകും എന്ന് കരുതി അവർ ഞങ്ങളെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ചു. നെഹെമ്യ പറയുകയാണ്, ഞങ്ങളെ കരങ്ങൾ തളർന്നു പോകത്തക്ക വിധം ഞങ്ങൾ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുവാൻ വേണ്ടി എതിരാളികൾ ഞങ്ങളെ ഭയപ്പെടുത്തുവാനായി പരിശ്രമിച്ചു. ഞങ്ങളെ കരങ്ങളെ ദുർബലമാക്കുകയാണ്. അവർ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഇത് തന്നെയാണ് വീണ്ടും നെഹെമ്യയുടെ പുസ്തകം 4-ാം അധ്യായം 11-12 വചനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ വചനഭാഗം ഇപ്രകാരമാണ്: ശത്രുക്കൾ പറഞ്ഞു, നാം അവരുടെ ഇടയിൽ കടന്ന് അവരെ കൊല്ലുകയും പണി തടയുകയും ചെയ്യുന്നതുവരെ അവർ അറിയുകയോ കാണുകയോ ചെയ്യരുത്. ശത്രുക്കളുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദർ 10 പ്രാവശ്യം ഞങ്ങളെ അറിയിച്ചു, അവരെല്ലായിടത്തും നിന്ന് നമുക്കെതിരെ വരും. എന്താണ് വചനം നമ്മോട് പറയുന്നത്? ശത്രുക്കൾ പറയാണ്, അവരുടെ ഇടയിൽ കടന്ന് അവരെ നശിപ്പിക്കുന്നത് വരെ അവർ അറിയരുത്. മാത്രമല്ല,
ശത്രുക്കളുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദര് വന്ന് നെഹേമിയായോടും ജനത്തോടും പറയുകയാണ്, അവർ നമുക്കെതിരെ വന്ന് നമ്മളെ നശിപ്പിച്ചു കളയും. പ്രിയപ്പെട്ടവർ, ഇന്ന് നമുക്കിതുപോലെയുള്ള തന്ത്രങ്ങളും സംഘടിതമായ നീക്കങ്ങളും നമുക്ക് ഇന്നും കാണാനായിട്ട് കഴിയും. സംസാരിക്കേണ്ട നിശബ്ദരാക്കുന്ന ചില തന്ത്രങ്ങൾ, മണി ട്രാപ്പ്, ഹണി ട്രാപ്പ്, പ്രോപ്പർട്ടി ട്രാപ്പ്, ഇതിലൂടെ പലരെയും നിശബ്ദരാക്കുകയാണ്. സംസാരിക്കാൻ, പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നവരെ ബോധപൂർവം നിശബ്ദരാക്കി മാറ്റുക. ചില കാര്യങ്ങൾ അവർ അറിഞ്ഞറിയാതെയോ അവരെ ട്രാപ്പ് ചെയ്യുകയാണ്. അവർ പ്രതികരിക്കാൻ വേണ്ടി വരുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കുക, അത് കണ്ടില്ലേ, ഇത് പറഞ്ഞാൽ ഞങ്ങളിത് പബ്ലിക്കാക്കും. ഇത് കണ്ട് പലരും ഭയപ്പെട്ട് പിന്മാറിപ്പോവുകയാണ്. ബഹുമാനപ്പെട്ട വന്യവൈദികരെ, സമർപ്പിതരെ, ആത്മായ നേതാക്കളെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ശത്രു നമുക്ക് വേണ്ടി ഒരുക്കുന്ന ചില കെണികൾ, ചില ട്രാപ്പുകളെ കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ടാകണം. നമ്മൾ ബോധവാന്മാരാകണം. ഇന്ന് പലരും ഇതുപോലുള്ള ട്രാപ്പുകളിൽപ്പെട്ട് അവർക്ക് ശബ്ദിക്കാൻ പറ്റുന്നില്ല, പ്രതികരിക്കാൻ പറ്റുന്നില്ല. പ്രതികരിക്കാൻ കഴിയാത്ത വിധം അവരെ ലോക്ക് ചെയ്ത് കളഞ്ഞ എത്രയോ അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ പലപ്പോഴും ചില മാധ്യമങ്ങളിൽ വാർത്തകളായിട്ട് കാണാറുണ്ട്. ചില കേസുകൾ വരുമ്പോൾ ആ കേസുകളിലെ സാക്ഷിയായിട്ട് അല്ലെങ്കിൽ സാക്ഷികളാകാൻ 50, 60, 70 പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. ഒരുപാട് പേരുണ്ടാകും. എന്നാൽ 2-3 വർഷങ്ങൾ കേസ് കഴിയുമ്പോൾ ഈ 50 പേര് 60 പേര് പോയി 2-3 പേരായിട്ട് മാറുകയാണ്. മറ്റുള്ളവർക്ക് എന്താ പറ്റിയത്? എതിർഭാഗത്തുള്ളവരെ ഈ സാക്ഷികളോട് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്ത് വേണമെങ്കിലും തരാം, കണ്ട കാര്യം പറയരുത്, കേട്ട കാര്യം പറയരുത്, എന്ത് വേണമെങ്കിലും തരാം. പണം വേണമെങ്കിൽ പണം, സുഖം വേണമെങ്കിൽ സുഖം, ഇനി എന്താണോ വേണ്ടത് അതൊക്കെ ഞങ്ങൾ തരാം. അതാണ് വിവിധങ്ങളായ ട്രാപ്പുകൾ. ഇന്ന് ഇതുപോലെ പലരെയും ട്രാപ്പ് ചെയ്തിരിക്കുക. ആദ്യ ദിവസത്തിൽ ബഹുമാനപ്പെട്ട സീവർക്ക മട്ടായിലച്ചൻ പറഞ്ഞു, പ്രൈസ് ടാഗ്, ഓരോരുത്തർക്കും ഓരോ വില നിശ്ചയിച്ചിരിക്കുകയാണ്, അവരെ ടാഗ് ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതുപോലെയുള്ള ചില സംഘടിതമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തെ ദുർബലമാക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ. ഇവിടെ എന്താ സംഭവിച്ചത്? പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ചിലർ ഈ ട്രാപ്പിലൊന്നും പെടുകയില്ല. അവർ പറയും, ഞങ്ങൾക്ക് പണം വേണ്ട, സുഖം വേണ്ട, മറ്റൊന്നും വേണ്ട, ഞങ്ങൾ കണ്ട കാര്യം പറയും, കേട്ട കാര്യം പറയും. ഈ സമയത്ത് ശത്രു ഇറക്കുന്ന രണ്ടാമതൊരു തന്ത്രമുണ്ട്. ഭീഷണിയാണ്, ഭയപ്പെടുത്തലാണ്. നീ കണ്ട കാര്യം പറഞ്ഞാൽ, കേട്ട കാര്യം പറഞ്ഞാൽ നിന്നെ തകർക്കും, നിന്നെ വെച്ചേക്കില്ല, നിന്റെ കുടുംബത്തെ നശിപ്പിക്കും, നിന്റെ മക്കളെ ഇല്ലാതാക്കും, നിനക്കിവിടെ ജീവിക്കേണ്ടി വരില്ല, ഞങ്ങൾ തുടച്ചു മാറ്റും. ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് വ്യക്തികൾ ഈ ഭീഷണിയുടെയും ഭയപ്പാട് നടുവിലാണ്. സത്യത്തെ തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവിനെ ആശ്രയിക്കുവാൻ, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാൻ, മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഒരു തിന്മയ്ക്കും ഒരു ശക്തിക്കും നമ്മളെ തകർക്കുവാനോ നശിപ്പിക്കുവാനോ ഇല്ലാതാക്കുവാനോ സാധിക്കുകയില്ല. ഞാൻ ഏതാനും നാളുകൾക്ക് മുൻപ് ഇപ്രകാരം പ്രാർത്ഥിച്ച, കർത്താവേ, നീ ബരമേൽപ്പിച്ചിരിക്കുന്ന ഷെക്കേന ടെലിവിഷൻ, ഈ മാധ്യമ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് റിസ്ക് ഉണ്ട്. പ്രിയപ്പെട്ട കർത്താവേ, പല വിധത്തിലുള്ള പ്രതിസന്ധികളും ഞെരുക്കങ്ങളൊക്കെയുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായി വചനത്തിലൂടെ ഒരു ആലോചന ഈശോ തരികയാണ്. സുഭാഷിത പുസ്തകം 3:26 വചനം. ആ വചന ഇപ്രകാരമാണ്: കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും, നിന്റെ കാൽ കുടിക്കൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. കർത്താവാണ് നിന്റെ ആശ്രയം. നിന്റെ കാൽ കുടിക്കൽപ്പെടാതെ ഒരു ട്രാപ്പിലും നീ പെട്ടുപോകാതെ നിന്നെ കാക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ പരിപാലിക്കുവാൻ ശക്തനാണ് ഞാൻ.
ഞാനാണ് നിന്റെ ആശ്രയത്വം. പ്രിയപ്പെട്ടവരെ, പണത്തിന് വേണ്ടി, മറ്റു ചില സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും നമ്മുടെ വിശ്വാസത്തെ ഒറ്റുകൊടുക്കരുത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ശത്രുക്കൾക്കിടയിൽ പാർത്തിരുന്ന യഹൂദരെ, ഈ ശത്രുക്കൾ അവർക്ക് പണം കൊടുത്തോ അല്ലെങ്കിൽ മറ്റു പല വിധത്തിൽ സ്വാധീനിച്ച് തങ്ങളുടെ സമൂഹത്തെ ദുർബലമാക്കുവാനായിട്ട് ശ്രമിക്കുക. ഇതും ശത്രുവിൻ്റെ മറ്റൊരു തന്ത്രമാണ്. നമ്മളിത് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ വചനത്തിലോട്ട് വരുമ്പോൾ വീണ്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? യെശയ്യാ പ്രവചനം 41:10 എന്നെ ഒരുപാട് സ്വാധീനിച്ച ദൈവത്തിൻ്റെ വചനമാണത്. നമ്മൾ കർത്താവിൻ്റെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറയുന്ന വഴിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആർക്കും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ബലമുള്ള കരങ്ങൾ നമ്മുടെ മേലുണ്ടായിരിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ, പ്രതികരിക്കുവാൻ, പ്രതിഷേധിക്കുവാൻ, പ്രതിരോധിക്കുവാൻ നമ്മൾ ആരും ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്സംഗതയാണ് പലപ്പോഴും ശത്രുവിൻ്റെ വിജയമെന്ന് നമ്മൾ മറക്കാതിരിക്കുക. നമുക്ക് വേണ്ടി വാദിക്കുവാൻ, നമുക്ക് വേണ്ടി പൊരുതുവാൻ, നമ്മളെ സഹായിക്കുവാൻ കർത്താവ് നമ്മുടെ ഒപ്പമുണ്ട്. നമ്മൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ശത്രു വയ്ക്കുന്ന ട്രാപ്പിൽ പെടാതെ നമ്മൾ ഓരോരുത്തരും വളരെ ജ്ഞാനത്തോടുകൂടി നാളുകളിൽ മുന്നോട്ട് പോകണം. നാലാമത് ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ വചനം പറയുന്നുണ്ട്, ശത്രു അവരുടെ ഇടയിലേക്ക് കയറിക്കൂടുകയാണ്. ആ 11ാമത്തെ വചനം ഒന്ന് ശ്രദ്ധാപൂർവ്വം എല്ലാവരും ഒന്ന് വായിച്ചേ. ആ വചനം, ശത്രുക്കൾ പറഞ്ഞു, നാം അവരുടെ ഇടയിൽ കടന്ന്, അവരറിയരുത്, ഇടയിലേക്ക് നുഴഞ്ഞു കയറുകയാ. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ കൂട്ടായ്മകളിലേക്ക് ഇതുപോലെ ക്രൈസ്തവ വിരുദ്ധതയുള്ള പലരും ഇന്ന് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിന് പല തലങ്ങളിലും ഇവരുടെ ചില സ്വാധീനങ്ങളുണ്ട്. യൂദാശ്ലീഹ പറയുന്നുണ്ട്, തരെഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വചനം. അവിടെ എന്താ യൂദാശ്ലീഹ പറയുന്നത്? പണ്ടു തന്നെ ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചില ദുഷ്ടമനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറിക്കൂടിയിട്ടുണ്ട്. സഭയെ തളർത്തുവാനായിട്ട്, നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുവാനായിട്ട്, നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കുവാനായിട്ട്, നമ്മുടെ പൗരോഹിത്യത്തെയും നമ്മുടെ സന്യാസത്തെയും അവഹേളിക്കുവാനായിട്ട്, അതിലൂടെ ദൈവവിളികളെ തടസ്സപ്പെടുത്തുവാനായിട്ട്, നമ്മുടെ കുടുംബങ്ങളെ താറുമാറാക്കാനായിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെയും ലഹരിക്ക് അടിമകളാക്കുവാനായിട്ട് നിങ്ങളിടയിൽ കയറിക്കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 25-ാമത്തെ വചനമാണ്. അവിടെ എന്താ ഈശോ പറഞ്ഞത്? ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ആളുകൾ ഉറക്കമായപ്പോൾ, എപ്പോഴാണ് ശത്രു വന്ന് കള വിതച്ചത്? ആളുകൾ ഉറക്കമായപ്പോഴാണ്. എന്തുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് കള വിതച്ചത്? കള വിതച്ചത് ആരാണെന്ന് അറിയാൻ പാടില്ല. രണ്ടാമത്, ഇങ്ങനൊരു കള വളരുന്നുണ്ടെന്ന് ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ആളുകൾ ഉറക്കമായപ്പോൾ ബോധപൂർവം ശത്രു വന്ന് കള വിതച്ച് പോയി കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ നാളുകളിൽ ദൈവത്തിന് ജനമായ നമ്മൾ, ക്രൈസ്തവരായ നമ്മൾ, നമ്മുടെ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിനും, നമ്മുടെ വിശ്വാസത്തെ പടുത്തുയർത്തുവാനും, നമ്മുടെ വിശ്വാസത്തിനെ കാവലേകാനും നമ്മൾ കൂടുതൽ സമർപ്പണമുള്ളവരാകണം. നമ്മൾ കമ്മിറ്റഡ് ആകണം. നമ്മൾ അതീവ ശ്രദ്ധയുള്ളവരാകണം. നമ്മുടെ അശ്രദ്ധയാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസം ദുർബലമാകാനും നമ്മുടെ സമൂഹവും സമുദായവും പലപ്പോഴും തളർന്നു പോകുവാനും കാരണമായിരിക്കുന്നത്. എന്താണ് ഈ ഉറക്കം? ഇത് നമ്മുടെ അശ്രദ്ധയാണ്. രണ്ടാമത് നമ്മുടെ അജ്ഞതയാണ്. നമുക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ച് അറിവില്ല.
ബഹുമാനപ്പെട്ട സേവർക്കൻ ഭട്ടായിലച്ചൻ ആദ്യ ദിനത്തിൽ പ്രവാചക ശബ്ദത്തോടെ ചില കാര്യങ്ങൾ നമ്മോട് പങ്കുവെച്ചപ്പോൾ എന്നോട് പലരും ഫോൺ ചെയ്ത് പറഞ്ഞു, ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു, ഞങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല, ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ബോധവാന്മാരായിരുന്നില്ല. ഈ അജ്ഞത തന്നെയാണ് പ്രിയപ്പെട്ടവരെ ശത്രുവിൻ്റെ വിജയമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ടാകണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ മക്കള്, നമ്മുടെ ആരോഗ്യം, നമുക്ക് വേണ്ടത് ഇത് മാത്രം ചിന്തിച്ച് നമ്മൾ അറിയാതെ ഒരു സ്വാർത്ഥതയിലേക്കും സ്വയം സ്നേഹത്തിലേക്കും നമ്മൾ പോവുകയാണ്. വീണ്ടും നമ്മുടെ അമിതമായ വിശ്വാസമാണ്, ഒന്നും സംഭവിക്കില്ല എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ സമുദായത്തിന്, ഞാനായിരിക്കുന്ന എൻ്റെ സഭയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ശക്തമാണ്, സുരക്ഷിതമാണ്, അതിനെല്ലാ വിധത്തിലുള്ള കരുത്തുമുണ്ട്, അല്ലെങ്കിൽ ദൈവം നോക്കിക്കോളും, കർത്താവ് പരിപാലിച്ചോളും എന്നുള്ള നമ്മുടെ അമിതമായ വിശ്വാസം പലപ്പോഴും നമ്മുടെ തകർച്ചയ്ക്കും നാശത്തിനും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ നാളുകളിൽ നമ്മുടെ സഭയെക്കുറിച്ച്, നമ്മുടെ സമുദായത്തെക്കുറിച്ച് നമ്മൾ അതീവ ശ്രദ്ധയുള്ളവരാകണം. നമ്മുടെ യുവജനങ്ങളെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് നമ്മൾ നല്ല ബോധവാന്മാരാകണം. നമ്മുടെ അശ്രദ്ധയും നമ്മുടെ അജ്ഞതയും നമ്മുടെ അമിതമായ വിശ്വാസവും പലപ്പോഴും നമ്മുടെ തകർച്ചയ്ക്ക്, നമ്മുടെ സമൂഹത്തിൻ്റെ പരാജയത്തിന് കാരണമായിട്ട് മാറുന്നുണ്ട്. ഈ പരിഹാസവും ആക്രമണങ്ങളും ഭീഷണിപ്പെടുത്തലെല്ലാം ഉണ്ടായപ്പോൾ ജനത്തിന് എന്താ സംഭവിച്ച്? ഇതാണ് പലപ്പോഴും ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് മാധ്യമങ്ങളിലൂടെ നമ്മുടെ വിശ്വാസം അപഹസിക്കപ്പെട്ടപ്പോൾ, അധിക്ഷേപിക്കപ്പെട്ടപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും ക്രൈസ്തവരായ നമ്മുടെ മനസ്സ് ഇന്ന് പലപ്പോഴും ഒരു മരവിച്ച അവസ്ഥയിലായി. പ്രതികരണശേഷി നമുക്ക് നഷ്ടപ്പെട്ടു, നമ്മൾ നിസ്സംഗതയുള്ളവരായിട്ട് മാറി. ഇത് തന്നെയാണ് ആ നാളുകളിൽ സംഭവിച്ചത്. ഇത് ശത്രുവിൻ്റെ മറ്റൊരു തന്ത്രമാണ് പ്രിയപ്പെട്ടവരെ. നെഹേമിയയുടെ പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ നമ്മൾ എന്താ കാണുന്നത്? യൂദ പറയുകയാണ്, ചുമട്ടുകാർ തളർന്നു തുടങ്ങി, ചപ്പുച്ചവറുകൾ വളരെയുണ്ട്, മതിൽ പണിയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇതായിരുന്നു ശത്രുവിൻ്റെ തന്ത്രവും. ഇതിലേക്ക് അവരെ എത്തിക്കണം, അവരെ ബാക്കൗട്ട് ചെയ്യാണ്, അവരെ പുറകോട്ട് വലിയുകയാണ്. ഞങ്ങൾക്ക് സാധ്യമല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ തളരുകയാണ്, ഞങ്ങൾ നിരാശിതരാണ്, ഞങ്ങൾ കോൺഫിഡൻസ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു, അവർ ഞങ്ങളെ കൊല്ലുമോ എന്നുള്ള പേടിയുണ്ട്, ഞങ്ങൾ ആക്രമിക്കുമോ, ഞങ്ങൾ ഭയപ്പെടുകയാണ്, അവർ ഞങ്ങളെ പരിഹസിക്കുന്നുണ്ട്, ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഞങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്, ഞങ്ങൾക്കിനി ഇതുപോലെ അധികം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവത്തിന് ജനം തളരുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? നെഹേമിയ എന്ന ക്രിസ്ത്യൻ ലീഡറുടെ അവസരോചിതമായ പ്രവർത്തനം, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് നെഹേമിയ തന്റെ ജനത്തെ മുന്നോട്ട് നയിക്കുകയാണ്. ഇതുപോലുള്ള ലീഡേഴ്സ് ഇന്ന് സഭയിലുണ്ടാകണം. നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി, വന്യവൈദികർക്ക് വേണ്ടി, നമ്മുടെ ആത്മായ നേതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ജ്ഞാനത്താൽ ജനത്തെ അവർ നയിക്കുവാൻ വേണ്ടി. ശത്രുവിൻ്റെ ഈ തന്ത്രങ്ങളൊന്നും നെഹേമിയയുടെ അടുത്ത് വില പോയില്ല പ്രിയപ്പെട്ടവരെ. കാരണം നെഹേമിയ ദൈവത്തെ ആശ്രയിക്കാൻ പഠിച്ചവനായിരുന്നു. അവൻ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. നെഹേമിയ കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ചവനായിരുന്നു. തൻ്റെ ജനത്തിൻ്റെ പുനഃസ്ഥാപനത്തിനു വേണ്ടി അവൻ ഹൃദയവേദനയോടെ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ദൈവം ഉത്തരം കൊടുത്തു നെഹേമിയായിക്ക്. ശത്രുവിൻ്റെ ഈ തന്ത്രങ്ങളെല്ലാം പാളിപ്പോയി. ഇന്നും ഇതുപോലെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി, നമ്മുടെ സമുദായത്തിന് വേണ്ടി, നാം ആയിരിക്കും നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഇതുപോലെ പ്രവർത്തിക്കാൻ ഇന്നും നമ്മുടെ കർത്താവ് മതിയായവനാണ്. നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നെഹേമിയയുടെ പുസ്തകം 4-ാം അധ്യായം അവിടെ 15-ാമത്തെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ എന്താ സംഭവിച്ചത്? നെഹേമിയ 4:15 ആ വചനം ഇപ്രകാരമാണ് പറയുന്നത്: ഞങ്ങൾ ഇതെല്ലാം അറിഞ്ഞെന്നും
അവരുടെ ഉപായം ദൈവം നിഷ്ഫലമാക്കിയെന്നും അവർ അറിഞ്ഞു. ഞങ്ങൾ പണി തുടർന്നു. ഞങ്ങളെ കരങ്ങളെ ദൈവം ശക്തിപ്പെടുത്തി. ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ പണി തുടർന്നു. ശത്രുവിൻ്റെ തന്ത്രങ്ങളെല്ലാം കർത്താവ് നിഷ്ഫലമാക്കുകയാണ്. ഈ ദൈവം ഇന്നും ജീവിക്കുന്നവനാ. പ്രിയപ്പെട്ടവരെ, ശത്രുവിന് മനസ്സിലായി തന്ത്രങ്ങളൊന്നും ഫലിച്ചില്ല എന്ന്. പിന്നെ അവിടെ ചെയ്ത എന്താണെന്നറിയോ? ജനത്തിൻ്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി. നെഹെമ്യായുടെ പുസ്തകം 5-ാം അധ്യായം നമ്മൾ പഠിക്കണം. ദൈവജനത്തിൽ കലഹമുണ്ടാക്കി, അവിടെ ഡിവിഷൻ ഉണ്ടാക്കി, വിഭാഗീയതയുണ്ടാക്കി ജനത്തിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുകയാണ്. പല പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയാണ്. അതിലെ നേതാക്കന്മാരെ പലരെയും സ്വാധീനിച്ചുകൊണ്ട് അവർ അവരുടെ പക്ഷത്താക്കുകയാണ്. ഈ പ്രതിസന്ധിയെയും നെഹേമിയ കർത്താവിൻ്റെ ജ്ഞാനത്തിലൂടെ അതിജീവിക്കുകയാണ്. ഞാനൊരു ആത്മാവിലൊരു കാര്യം പറയട്ടെ. പുറമേ നിന്ന് വരുന്ന ഏത് ആക്രമണമാകട്ടെ, ഏത് വിധത്തിലുള്ള തിരിച്ചടികളാകട്ടെ, ഇതിനൊന്നും സഭയെ തകർക്കുവാൻ സാധിക്കുകയില്ല. കർത്താവിൻ്റെ വാഗ്ദാനമാണത്. എൻ്റെ സഭയെ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഹല്ലേലൂയ! എത്ര മനോഹരമായ കർത്താവിൻ്റെ വചനം. പുറമേ നിന്നുള്ള ഒരു ശക്തിക്കും, ഒരു തിന്മയ്ക്കും, ഒരു പ്രസ്ഥാനത്തിനും സഭയെ തകർക്കുവാനോ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, അത് ഉള്ളിലുള്ളവർ തന്നെ വിചാരിക്കണം. ഇവിടെ നെഹേമിയ പുറമെ നിന്നും അകത്തു നിന്നുണ്ടായ ആ പ്രശ്നങ്ങളെ നെഹേമിയ അതിജീവിക്കുകയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട റോയച്ചനിലൂടെ പരിശുദ്ധാത്മ നമുക്ക് ബോധ്യപ്പെടുത്തി. നമ്മുടെ സഭയ്ക്ക് അകത്തുള്ള വിഷയങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് വളരുകയാണ്, എന്നിട്ട് ഒരുമിച്ച് തളരുന്നു, തകരുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ നമ്മുടെ വിശ്വാസത്തിന്റെ സംരക്ഷകരായി നമ്മുടെ സമുദായത്തെ ശക്തിപ്പെടുത്തുവാനും ഒരു സമുദായ സ്നേഹത്തിലേക്ക് നമ്മുടെ ജനത്തെ നയിക്കുവാനുമായിട്ട് നമ്മൾ ഈ നാളുകളിൽ തയ്യാറാകണം. ഇത് കർത്താവിൻ്റെ വേദനയാണ്. തൻ്റെ ജനത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ സ്വപ്നമാണിത്. അതിനു വേണ്ടിയ മിസ്പ, ഈ ശുശ്രൂഷ നമ്മുടെ അമ്മയുടെ പിറവി തിരുനാളിനോട് ബന്ധപ്പെട്ട് ദൈവം ഒരുക്കി തന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾ എന്താ പ്രിയപ്പെട്ടവരെ? അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യ, ബയോളജിക്കൽ ഗ്രോത്ത് നമുക്കില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജനസംഖ്യ വളരെ താഴോട്ട് പോരുകയാണ്. കേരള ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1958 കാലഘട്ടത്തിൽ 25% ക്രൈസ്തവർ കേരളത്തിലുണ്ടായിരുന്നു. 2011 സെൻസസ് പ്രകാരം 10.2% കുറഞ്ഞു. 2011 അത് 18.38% മാറി. എന്നാൽ 2012 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിൽ കേരള സ്റ്റേറ്റിൻ്റെ ആനുവൽ ആ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ ക്രൈസ്തവ കുട്ടികളുടെ ജനന നിരക്ക് അവിടെ പറയുകയാണ്. 2012 18.6%, 13 15.78%, 2014 15.6, 2015 15.4, 2016 15.3, 2017 14.96, 2018 14.30. ഓരോ വർഷം കഴിയും തോറും ജനസംഖ്യ ഇങ്ങനെ അത് കുറഞ്ഞു വരികയാണ്. 2018 കേരളത്തിലെ കുട്ടികളുടെ ജനനിരക്ക് ക്രൈസ്തവ കുഞ്ഞുങ്ങൾ 14.30. അതായത് 2012 റിപ്പോർട്ടും 2018 റിപ്പോർട്ടും തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ 4.3% കുറവ് രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സമുദായം ശക്തിപ്പെടണമെങ്കിൽ
നമ്മുടെ സമൂഹം വളരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, ബയോളജിക്കൽ ഗ്രോത്ത് നമുക്കുണ്ടാകണം. വാക്തത്വത്തോടു കൂടി ആദ്യ കൽപ്പനയാണിത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 27-ാം വചനം, 27-28 വചനങ്ങളിൽ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് പറയാ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ദൈവം നൽകിയ ആദ്യത്തെ ബ്ലെസ്സിങ് ആണത്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ക്രൈസ്തവ കുടുംബങ്ങളുടെ മുദ്രാവാക്യമായിട്ട് ഇത് മാറണം. മോർ ചിൽഡ്രൻ, മോർ ബ്ലെസ്സിങ്സ്. കൂടുതൽ മക്കൾ, കൂടുതൽ അനുഗ്രഹം. നമ്മുടെ കുടുംബങ്ങൾ ശക്തിപ്പെടണം പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ യുവജനങ്ങൾ പലരും വിവാഹം പോലും കഴിക്കുന്നില്ല, ലിവിങ് ടുഗദറാണ്. മക്കൾ വേണ്ട, വിവാഹം വേണ്ട, അവർ ലോകത്തിൻ്റെ ഗതിയനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുക. വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി ക്രൈസ്തവ സമൂഹം ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. ഇതിന് മാറ്റം വരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം, മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ബോധപൂർവം നമ്മളെല്ലാം ഈ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാകണം. ധാരാളം കുഞ്ഞുങ്ങളെ കർത്താവിനും സഭയ്ക്കുമായിട്ട് നമ്മൾ നൽകണം. വിവാഹം എന്ന കുദാശയുടെ ലക്ഷ്യം തന്നെ എന്താണ്? ദൈവഭക്തരായ സന്താനങ്ങളെ അവർക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ പദ്ധതി ഇത് തന്നെയാണ്. ജെറമ്യ പ്രവചനം 29-ാം അധ്യായം 6-ാം വചനത്തിൽ ദൈവം തൻ്റെ ആലോചന നമ്മൾ അറിയിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ ശക്തിപ്പെടാൻ, നമ്മുടെ സമുദായം ശക്തിപ്പെടാൻ, നമ്മുടെ സമൂഹം ശക്തിപ്പെടാൻ, നമ്മുടെ സഭയ്ക്ക് വളർച്ചയുണ്ടാകണമെങ്കിൽ ബയോളജിക്കൽ ഗ്രോത്ത് നമുക്കുണ്ടാകണം. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ. അവർക്ക് മക്കളുണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. കർത്താവിൻ്റെ കൽപ്പനയെ നമ്മൾ മാറ്റി നിർത്തി അവഗണിച്ചു. നമ്മുടെ കുടുംബങ്ങളുടെ പല തകർച്ചകൾക്കുമുള്ള അടിസ്ഥാന കാരണം ഈ വചനത്തോടുള്ള അനുസരണക്കേടാ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. അവിടെ തീരുമാനമെടുക്കണം. സഭാ നേതൃത്വം, അഭിനന്ദ പിതാക്കന്മാരും അന്യ വൈദികരൊക്കെ ഈ കാര്യം ശ്രദ്ധയുള്ളവരാകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ചെലവുകൾ, അവിടെ ആരോഗ്യപരമായ ചെലവുകൾ ഇതൊക്കെ നമ്മുടെ സഭ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, നമ്മുടെ സമുദായം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ അനേകരും മുന്നോട്ട് വരും. ഈ നാളുകളിൽ 6, 7, 8, 10 കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ദൈവം എനിക്ക് 4 മക്കളെ തന്നിട്ടുണ്ട്. 4 സിസേറിയനായിരുന്നു. ഇതുപോലെ 7, 8 സിസേറിയനിലൂടെ കുഞ്ഞുങ്ങളെ ലഭിച്ച കുടുംബങ്ങൾ ഇന്നുണ്ട്. പ്രിയപ്പെട്ടവർ, വില കൊടുക്കാൻ തയ്യാറാകണം. സഭയ്ക്ക് വേണ്ടി, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ദമ്പതിമാർ വില കൊടുക്കുമ്പോൾ അതിലൂടെ ദൈവം നമ്മുടെ സമൂഹത്തെ വളർത്തും. അല്ല, ഏതാണ് ചില കുടുംബങ്ങളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബ്ലെസ്സഡ് ഫാമിലീസ് ആണ്. ആ കുടുംബം എത്ര മക്കളെ നോക്കിയത് നിങ്ങൾ? 5, 6, 7, 8 മക്കള്. ഈ നാളുകളിൽ ഇതുപോലെ കുടുംബങ്ങളുണ്ട്. ഇതാണ് സഭയുടെ ശക്തി. ഇതാണ് നമ്മുടെ സമുദായത്തിന്റെ ശക്തി. എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങള്. ബ്ലെസ്സഡ് ഫാമിലീസ്. മോർ ചിൽഡ്രൻ, മോർ ബ്ലെസ്സിങ്സ്. കർത്താവ് നൽകുന്ന ഈ ആലോചന നമ്മളെല്ലാവരും ഏറ്റെടുക്കണം. കൂടുതൽ മക്കൾ, കൂടുതൽ അനുഗ്രഹം. അതുപോലെ തന്നെ നമ്മുടെ യുവജനങ്ങൾ 30 വയസ്സ് കഴിഞ്ഞ് 30ഉം 45-നുള്ളിൽ വിവാഹം കഴിയാതെ നിൽക്കുന്ന നമ്മുടെ ആൺകുട്ടികൾ, നമ്മുടെ യുവജനങ്ങൾ, പ്രിയപ്പെട്ടവരെ, സീറോ മലബാർ സഭയിൽ തന്നെ ഏകദേശം 40,000-ഓളം അടുത്തുണ്ട്. മൊത്തം കേരള സഭയിലെ 1.5 ലക്ഷത്തോളം വരും. 30 വയസ്സ് 45 വയസ്സിനിടയിൽ വിവാഹം കഴിക്കും. അവർക്ക് പെൺകുട്ടികളെ കിട്ടുന്നില്ല, വിവാഹം കഴിയുന്നില്ല. ഇങ്ങനെ പോയാൽ നമ്മുടെ സമൂഹം അന്യം നിന്ന് പോകും. ഇതിലൊക്കെ സഭാ നേതൃത്വത്തിനും നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നല്ല ശ്രദ്ധയുണ്ടാകണം. എന്താണ് ഈ കാരണം? എന്താണ് ഇതിന് പ്രതിസന്ധി? ഇത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി
ഒരു സൊല്യൂഷനിലേക്ക് വരണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കണം. അത്ഭുതകരമായ ദൈവം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസത്തിന് അടിത്തറയിൽ ദൈവജനം ഒന്നിച്ചു നിൽക്കണമെങ്കിൽ, ഒന്നിച്ചു വളരണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് നമ്മളെ അറിയിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ഈ വിഷയങ്ങൾക്കൊക്കെ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രതിവിധി? ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ച് കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന 1-2 ആലോചന നിങ്ങളുമായി പെട്ടെന്നൊന്ന് പങ്കുവെക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹം ശക്തിപ്പെടണമെങ്കിൽ, നമ്മുടെ സമുദായത്തിന് വളർച്ചയുണ്ടാകണമെങ്കിൽ, നമ്മളായിരിക്കും നമ്മുടെ സഭയ്ക്ക് നന്മയുണ്ടാകണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങളെല്ലാം വിശ്വാസത്തിൻ്റെ പ്രവാചകരായി സാക്ഷ്യം നൽകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ വിശ്വാസം കൃത്യമായി പഠിപ്പിക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്റ്റാൻഡ് കൃത്യമായി നമ്മൾ നമ്മുടെ ജനത്തെ ബോധ്യപ്പെടുത്തണം. അങ്ങനെയായാലും കുഴപ്പമില്ല, ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഈ അഴകുഴപ്പൻ നയം നമ്മൾ അവസാനിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും നമ്മുടെ വിശ്വാസം ഒരു അവിയൽ പരുവത്തിലായിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്റ്റാൻഡ് നമ്മൾ വ്യക്തമാക്കണം. ഇന്നതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഇതാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ ഒരു ഫെയ്ത്ത് ഫോർമേഷനിലേക്ക് നമ്മുടെ ജനത്തെ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങളെ നമ്മൾ നയിക്കാൻ തയ്യാറാകണം. നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനം എന്താ പ്രിയപ്പെട്ടവരെ? പൗലോസ് സഭയോട് പറഞ്ഞു, കൊരിന്തോസ് സഭയ്ക്ക് 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 3-4 വചനങ്ങളിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, എനിക്ക് ലഭിച്ചതും സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പഠിപ്പിക്കുവാനും പ്രഘോഷിക്കുവാനും നമ്മുടെ വിശ്വാസത്തിന് നിലപാടുകൾ അറിയിക്കുവാനുമായിട്ട്. വിശുദ്ധലിഖിതത്തിൽ എഴുതപ്പെട്ടതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എഴുതപ്പെട്ടതുപോലെ അവൻ സംസ്കരിക്കപ്പെട്ടു, 3-ാം നാൾ അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഇതാണ് നമ്മുടെ വിശ്വാസം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവജനങ്ങളും കർത്താവിൻ്റെ കുരിശ് മരണം അവർക്ക് പലർക്കും ഉറപ്പില്ല. പല കുഞ്ഞുങ്ങളോട്, യുവജനങ്ങളോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയും, ഞങ്ങൾക്കൊരു ഉറപ്പില്ല ബ്രദറെ. 12 വർഷം കാറ്റഗിസം പഠിച്ചതാണ്, വിശ്വാസം പരിശീലിച്ചവരാണ്. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ അവർക്ക് ഉറപ്പില്ല. കാരണം അവരുടെ വിശ്വാസം ദുർബലമാണ്. അത്രേ അവർക്ക് വിശ്വാസം കിട്ടിയിട്ടുള്ളൂ. കർത്താവായ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഉറപ്പ് കിട്ടുന്നില്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. പലരും പറയുന്നുണ്ട്, അത് ചിലപ്പോൾ ശരിയായിരിക്കാം. ഈ ഒരു ചിന്തയാണ്, ഈ ഒരു ഭാവമാണ് ഇന്ന് അനേകം ക്രൈസ്തവ യുവജനങ്ങൾക്കുള്ളത്. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം നമ്മൾ കൃത്യമായി നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്റ്റാൻഡ്, നിലപാട് നമ്മൾ അറിയിക്കാത്തതാണ്. എല്ലാ മതങ്ങൾക്കും സ്വീകാര്യമായ വിധത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ അവതരിപ്പിക്കുന്ന അവതരണ ശൈലികൾ നമ്മൾ അവസാനിപ്പിക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ തളർച്ചയുടെ ഒരു പ്രധാന കാരണം എന്താണെന്ന് അറിയോ? പ്ലീസിങ് സ്പിരിച്വാലിറ്റിയെ പറയുമ്പോൾ എല്ലാവരെയും പ്രീതിപ്പെടുത്തി, എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടൊരു ആത്മീയത, ഇതാണ് നമ്മുടെ നാശത്തിനും നമ്മുടെ തകർച്ചയ്ക്കും നമ്മുടെ തളർച്ചയ്ക്കുമുള്ള ഒരു കാരണം. കർത്താവ് യേശുവിലാണ് രക്ഷ. യേശുവിൻ്റെ കുരിശുമരണ ഉത്ഥാനവും മനുഷ്യവർഗത്തിൻ്റെ സമ്പൂർണമായ രക്ഷയ്ക്ക് അത് മുഖാന്തിരമാണ്, കാരണമാണെന്ന് വിശ്വസിക്കാനും അത് പഠിപ്പിക്കാനും അത് പ്രബോധിപ്പിക്കാനും ആ വിശ്വാസത്തിൽ ജനത്തെ നിലനിർത്തുവാനുമായിട്ട് നമുക്ക് സാധിക്കണം. യേശുവിലാണ് രക്ഷ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു സ്പിരിച്വാലിറ്റി അത് ക്രിസ്തീയമല്ല. എന്താ വിശുദ്ധ പൗലോസ് പറഞ്ഞത്? അർപ്പണം കൊണ്ടും അറിവ് കൊണ്ടും അഭിഷേകം കൊണ്ടും. സഭകടത്തിൽ വെച്ച് ഏറ്റവും ശക്തനായിട്ടുള്ള ദൈവശാസ്ത്രജ്ഞനായിരുന്നു വിശുദ്ധ പൗലോസ്. ഈ പൗലോസ് എന്താ പറഞ്ഞത്?
ഗലാത്യക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ പൗലോസ് തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഈ ഒരു നിലപാടിലേക്ക് അഭിയന്യ പിതാക്കന്മാര്, വന്യ വൈദികര്, സമർപ്പിതര്, അൽമായ ശുശ്രൂഷകരെല്ലാം കടന്നു വരണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്റ്റാൻഡ് അത് കൃത്യമായി നമ്മൾ ഇനി പറഞ്ഞു കൊടുക്കണം. അതിൽ നമ്മുടെ യുവജനങ്ങളെ, നമ്മുടെ ജനത്തെ സ്റ്റിക്ക് ഓൺ ചെയ്യിക്കാൻ നമുക്ക് പറ്റണം. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അതോ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാനിപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. എത്ര കൃത്യമായിട്ട് വിശുദ്ധ പൗലോസ് ഇത് പറയുന്നത്! മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ ദാസനാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തെ ഡൈലൂട്ട് ചെയ്യരുത്. നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കരുത്. തല പോയാലും ശരി, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നിലയുറപ്പിക്കുക. നമ്മുടെ ജീവനേക്കാളും നമ്മുടെ വിശ്വാസം നമുക്ക് വിലമതിക്കുന്നതായിട്ട് മാറണം. രക്തസാക്ഷികൾക്ക് ഇതാ നമ്മോട് പറയാനുള്ളത്. അവർ ഈ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് മരിക്കേണ്ട ആവശ്യമുണ്ടോ? അത്തനേഷ്യസ് സഭയിൽ വലിയൊരു വിശുദ്ധനാണ്. ആര്യനീസം എന്ന പാഷാണ്ഡത തുടച്ചു നീക്കുവാൻ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത അത്തനേഷ്യസ്, രാജാവ് അത്തനേഷ്യസിനെ ബന്ധിക്കുകയാണ്, വധിക്കാനായിട്ട് ഒരുങ്ങുക. ഈ സമയത്ത് രാജാവ് വിളിച്ചു പറയും, അത്തനേഷ്യസ്, ലോകം മുഴുവൻ നിനക്കെതിരാണ്. ഈ സമയത്ത് അത്തനേഷ്യസ് തൻ്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുകയാ, അല്ലയോ രാജാവേ, ഞാൻ സ്വീകരിച്ചിരിക്കുന്ന എൻ്റെ വിശ്വാസത്തിന് വേണ്ടി ഞാനും ലോകത്തിനെതിരാണെന്ന് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളുക. എത്ര ശക്തമായ നിലപാടാണ് വിശ്വാസത്തിന് വേണ്ടി ഇവരെല്ലാം എടുത്തത്. നമ്മൾ പലപ്പോഴും വിശ്വാസത്തിൽ വെള്ളം ചേർക്കുകയാണ്. നമ്മുടെ വിശ്വാസം നമ്മൾ ഡൈലൂട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾക്ക് ഉറപ്പ് കിട്ടാത്തത്, നമ്മുടെ കുടുംബങ്ങൾക്ക് ഉറപ്പ് കിട്ടാത്തത്. 12 വർഷം കാറ്റഗിസം പഠിച്ചിട്ടും നമ്മുടെ മക്കൾക്ക് നമ്മുടെ വിശ്വാസം എന്തെന്ന് മനസ്സിലായിട്ടില്ല. എത്ര പെൺകുട്ടികളാ സഭ വിട്ട്, വിശ്വാസം വിട്ട്, പ്രണയക്കുരുക്കിൽപ്പെട്ട്, ലവ് ജിഹാദ് പോലെയുള്ള പല വിധത്തിൽ അവർ ഈ പ്രണയക്കുരുക്കിൽപ്പെട്ട് വിശ്വാസം വിട്ടു പോകുന്നത്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തെ പരിശീലിക്കണം. ഇതിൽ ഇങ്ങനെ പെട്ടുപോയ ചില കുടുംബങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അതിൽ പലരും നല്ല വിശ്വാസമുള്ളവരാ, വിശ്വാസത്തിൽ തങ്ങളെ മക്കളെ വളർത്തിയവരാണ്. പക്ഷെ അവർക്ക് മക്കളെ നഷ്ടപ്പെട്ടു. ഇതിന് പുറകെ ചില മന്ത്രങ്ങളുണ്ട്, ചില തന്ത്രങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ പെൺകുട്ടികൾക്ക് ഇവർ ഗിഫ്റ്റായിട്ട് ചിലതൊക്കെ കൊടുക്കുമ്പോൾ അതോടുകൂടി ഇവരുടെ വിശ്വാസം ക്ഷയിച്ചു. മാതാപിതാക്കൾ ശത്രുക്കളായി, കുടുംബത്തെ കാണാൻ പറ്റത്തില്ല. പിന്നെ ഈ ചെറുക്കൻ മാത്രം മതി, അവൻ്റെ വിശ്വാസത്തിന് പുറകെ പോവുകയാണ്. ഇതുപോലെ എത്ര ക്രൈസ്തവ പെൺകുട്ടികളാണ് ഇത്തരത്തിൽ പ്രണയക്കുരുക്കിൽപ്പെട്ട് വിശ്വാസം ഉപേക്ഷിച്ചു പോയത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തലർ 4:12 പത്രോസ്ലീഹ പരിശുദ്ധാത്മ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. പക്ഷെ പത്രോസിനെ സുബോധമില്ലാതെ പറഞ്ഞതാണോ ഇത്? അല്ല പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിന്റെ ജ്ഞാനത്തോടു കൂടിയ പത്രോസ് പറഞ്ഞത്, രക്ഷ യേശുവിലാണ്, മറ്റൊരുവനിലും രക്ഷയില്ല. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ നിലപാടാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസ പരിശീലനത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തണം പ്രിയപ്പെട്ടവരെ. അതുപോലെ നമ്മുടെ സെമിനാരി പരിശീലനത്തിൽ അടിമുടി മാറണം. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ വചനത്തിന്റെ ശക്തിയെ മനസ്സിലാക്കുന്ന ആദിമസഭ ഹൈ വോൾട്ടേജിന്റെ സഭയായിരുന്നു. ഇതുപോലെ സെമിനാരി പരിശീലന കാലഘട്ടമൊക്കെ അവിടെയൊക്കെ പരിശുദ്ധാത്മാവിന്റെ സ്പാർക്ക് ഉണ്ടാക്കണം. 10-11 വർഷം സെമിനാരി പരിശീലനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരൊക്കെ വിശ്വാസത്തിന് കൊടുങ്കാറ്റുകളാകണം. അവർ പരിശുദ്ധാത്മാവിന്റെ തുടിപ്പറിയുന്നവരാകണം. സെമിനാരി അജപാലകരെ കുറിച്ച് ഏഷ്യയിലെ സഭയ്ക്കുള്ള ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്. എന്താ മാർപ്പാപ്പ പറയുന്നത്? സെമിനാരി വിദ്യാർത്ഥികൾ ബൈബിൾ പഠനത്തിലും സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളുടെ പഠനത്തിലും
ഉറപ്പുള്ള അടിസ്ഥാനമുണ്ടായിരിക്കണം. ബൈബിൾ പഠനത്തിൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ പഠനങ്ങൾ ഉണ്ടാകണം. വീരപിതാക്കന്മാർ ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. നെഹേമിയായെ പോലെയുള്ള ലീഡേഴ്സ്, കർത്താവിന്റെ ബഹുമാനപ്പെട്ട വൈദികര സഭയിൽ ഉണ്ടാകണമെങ്കിൽ ഇതുപോലെ ഇത്തരത്തിലുള്ള വചനത്തിൽ അധിഷ്ഠിതമായ പരിശീലനങ്ങളിലോട്ട് വരണം. അജപാലകരെ കുറിച്ച് എന്താണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്? ബഹുമാനപ്പെട്ട വൈദികർ ശ്രദ്ധിക്കണം. മാർപ്പാപ്പ പറയാണ്, ഏഷ്യയിലെ ജനങ്ങൾ വൈദികരെ ജീവകാരുണ്യ പ്രവർത്തകരും സ്ഥാപനങ്ങളുടെ ഭരണകർത്താക്കളുമായി മാത്രം കാണരുത്, പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ആഴമുള്ള കാര്യങ്ങളിൽ മനസ്സുകളും ഹൃദയങ്ങളും പതിച്ചിട്ടുള്ള മനുഷ്യരായി കാണണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളായി, അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാരായി, അതിന് ഭരണകർത്താക്കളായി മാത്രം ജനം കാണാൻ പാടില്ല. പരിശുദ്ധാത്മന്റെ തുടിപ്പ് മനസ്സിലാക്കി കാലഘട്ടത്തിനനുസൃതമായി വിശ്വാസ സത്യങ്ങൾ പ്രഘോഷിച്ചുകൊണ്ട് ദൈവജനത്തെ സത്യവിശ്വാസത്തിന് അടിത്തറയിൽ ഉറപ്പോടെ നിർത്തുന്നവരായി കർത്താവിൻ്റെ പുരോഹിതന്മാർ മാറണം. ഈ ഒരു അഭിഷേക കൃപയിലേക്ക് ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട വന്യ വൈദികർ കടന്നു വരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസത്തിന് വേണ്ടി ധീര നിലപാടുകൾ ഉണ്ടാകണം. ബഹുമാനപ്പെട്ട സമർപ്പിതരെ കുറിച്ച് എന്താണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്? ദൈവ സാന്നിധ്യത്തെ പറ്റിയുള്ള ബോധം മിക്കപ്പോഴും മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ സമർപ്പിതരായ വ്യക്തികൾ ദൈവത്തിൻ്റെ പ്രാതിനിധ്യത്തിനും നിത്യജീവനും അവബോധമുളവാക്കുന്ന പ്രവാചക സാക്ഷ്യം നൽകണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ, ദൈവ സാന്നിധ്യ ബോധം മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന്, നമ്മുടെ വിശ്വാസത്തിന് നമ്മൾ ധീരതയോടെ പ്രവാചക സാക്ഷ്യം നൽകണം. പ്രൊഫറ്റിക് വിറ്റ്നസ്, പ്രൊഫറ്റിക് മിഷൻ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്തൊരു ധീരതയോട് കൂടിയിട്ടാ ഈ കാര്യം സമർപ്പിതരോട് പറയുന്നത്. വിശ്വാസം ജീവിക്കുക, വിശ്വാസം പ്രഘോഷിക്കുക. അൽമാഹിയരോട് എന്താണ് മാർപ്പാപ്പ പറയുന്നത്? മാമുദീസയുടെയും ശൈര്യലേപനത്തിൻ്റെയും വരപ്രസാദത്താലും വിളിയാലും എല്ലാ അൽമായരും പ്രേക്ഷിതരാണ്. ഞാൻ അതുകൊണ്ട് ആദ്യമേ പറഞ്ഞത്, കാലഘട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് വിശ്വസ്തയോടെ വരമേൽപ്പിച്ച നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി, നമ്മുടെ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന്, നമ്മുടെ വിശ്വാസത്തെ പടുത്തുയർത്തുവാൻ, നമ്മുടെ വിശ്വാസത്തിന് ധീരതയോടെ സാക്ഷ്യം നൽകുവാൻ നമ്മളെല്ലാവരും മുന്നോട്ട് വരണം. ആരും അത് ലജ്ജിക്കരുത്, മടിക്കരുത്. നമ്മുടെ സ്റ്റാൻഡ് ഇനി ക്ലിയർ ചെയ്യണം പ്രിയപ്പെട്ടവരെ. അഴകുഴപ്പ നയങ്ങൾ നമ്മൾ മാറ്റണം. നമ്മുടെ പ്രബോധനങ്ങൾ കൃത്യമാകണം. സഭയുടെ പ്രബോധനങ്ങൾ, ഇത് വിശ്വാസ സത്യ തിരുസംഘം പുറപ്പെടുവിച്ച പ്രമാണരേഖയെ കർത്താവായ യേശു എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു പ്രമാണരേഖയാണ്. അതിലിപ്രകാരം നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ തത്വശാസ്ത്ര ദൈവശാസ്ത്രജ്ഞന്മാരുടെ ചില അഭിപ്രായങ്ങളുടെയും ധാരണകളുടെയും പശ്ചാത്തലത്തിലാണ് ഈ രേഖ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ദൈവശാസ്ത്രജ്ഞന്മാരുടെ ചിന്തകൾ, അഭിപ്രായങ്ങളൊക്കെ ചില അഭിപ്രായങ്ങൾ മാത്രമാണ്. അത് സഭയുടെ ഔദ്യോഗിക പഠിപ്പിക്കലല്ല. ഒരിക്കലും മതാന്തര സംഭാഷണത്തിന് ഇത് മങ്ങലേൽപ്പിക്കുമെന്ന ഭയപ്പാട് ആർക്കും ഉണ്ടാകേണ്ടതില്ല. മറിച്ച് മതാന്തര സംഭാഷണങ്ങളിൽ നാം മുറുകെ പിടിക്കേണ്ടതും ഉറപ്പിച്ചും തറപ്പിച്ചും പറയേണ്ടതുമായ വിശ്വാസ സത്യങ്ങൾ ഏതെന്ന് വ്യക്തമാക്കുകയാണ് ഈ രേഖ. കർത്താവായ യേശു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിനും കർത്താവിന് നിർമ്മലമായ വചനത്തിനും സഭയുടെ വിശ്വാസ സത്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ചിന്താഗതികൾ, പഠനങ്ങൾ, പ്രബോധന രീതികൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. പൗലോസ് സഭയോട് പറയുന്നുണ്ട്. കൊളോസസ്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-9 വചനങ്ങളാണ്. അവിടെ എന്താ പൗലോസ് തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്? ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിന് മൂലഭൂതങ്ങൾക്കും വ്യർത്ഥ മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളിരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു.
എത്ര പവർഫുള്ളായ വചനമാണിത്! ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചങ്ങളുടെ മൂലഭൂതങ്ങൾക്ക് കാരണമായിട്ടുള്ള തത്വശാസ്ത്രത്തിനും ആരും നിങ്ങൾ ഇരയാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇന്ന് യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പല ഫിലോസഫികളും ഇന്ന് രൂപം കൊണ്ടുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയാ, ആരും നിങ്ങൾ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ ക്രിസ്തുവിലാണ് മൂർത്തീഭവിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നിലപാട്. കർത്താവിനെ മാറ്റി നിർത്തി ഒരടി നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ക്രൈസ്റ്റ് ഈസ് സോൾ, ക്രൈസ്റ്റ് ഈസ് എവരിതിങ്. ഈ ഒരു ബോധ്യം നമ്മുടെ യുവജനങ്ങൾ കൊടുത്താലുണ്ടല്ലോ, അവരൊക്കെ വിശ്വാസത്തിന്റെ തീനാവുകളായിട്ട് മാറും. അവർ പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റുകളായിട്ട് മാറും. നമുക്കതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ പഠനങ്ങളിൽ കൃത്യതയുണ്ടാകണം. നമ്മുടെ പഠനങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. എസെക്കിയേൽ പ്രവചനം, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 22 അധ്യായം 26 വചനമാണ്. അവരുടെ പുരോഹിതന്മാർ എൻ്റെ നിയമം ലംഘിക്കുന്നു. അവർ എൻ്റെ വിശുദ്ധ വസ്തുക്കളെ മലിനമാക്കുന്നു. വിശുദ്ധവും അശുദ്ധവും തമ്മിൽ അവർ അന്തരം കാണുന്നില്ല. നിർമ്മലവും മലിനവും തമ്മിലുള്ള വ്യത്യാസം അവർ പഠിപ്പിക്കുന്നില്ല. എൻ്റെ സാബത്തുകൾ അവർ അവഗണിക്കുന്നു. തന്മൂലം അവരുടെ ഇടയിൽ ഞാൻ അപമാനിതനായിരിക്കുന്നു. അശുദ്ധിയത വിശുദ്ധിയത, സത്യം അസത്യം, നീതി അനീതി, തിന്മ നന്മ, ഇത് വിവേചിച്ചുകൊണ്ട് കൃത്യമായി എൻ്റെ പ്രിയപ്പെട്ടവരെ സഭയുടെ വിശ്വാസ സത്യങ്ങൾക്ക് അനുസൃതമായ പ്രബോധനങ്ങൾ കൊടുത്ത് നമ്മുടെ ജനത്തെ, നമ്മുടെ സമൂഹത്തെ സത്യവിശ്വാസത്തിന് അടിത്തറയിൽ ഒരുമിപ്പിച്ച് നിർത്തുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധിക്കണം. നമ്മുടെ സമുദായം നേരിടുന്ന പ്രതിസന്ധികൾ, അതിൻ്റെ വെല്ലുവിളികളൊക്കെ, അതിൻ്റെ ഒരു പാനൽ ഡിസ്കഷൻ ഷെക്കേന ടെലിവിഷനിൽ ഉടൻ വരാൻ പോവുകയാണ്. നിങ്ങളതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് നമുക്ക് നൽകിയ ആലോചന നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തിയോടെ ഇടപെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെ സ്റ്റാൻഡ് ആ നിലപാട് കൃത്യമാക്കണം. രണ്ടാമത് കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ആദ്യ ദിനത്തിൽ മഠാലച്ചൻ പറഞ്ഞില്ലേ, മാർക്കോസ് 9:29 പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. പ്രാർത്ഥനയുടെ സാധ്യത മനസ്സിലാക്കി പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് ഉപവസിച്ച് നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, ലോകമെന്ന് നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധികൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും. മെജുഗുരി കുന്നുകളിൽ പരിശുദ്ധാത്മ ഇറങ്ങി വന്നപ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്, മക്കളെ പ്രേ പ്രേ പ്രേ, പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൊണ്ട് യുദ്ധങ്ങൾ ഇല്ലാതാക്കാമെന്നും പ്രകൃതിക്ഷോഭങ്ങളെ തടയാമെന്നും ലോകത്തിൽ സമാധാനം കൊണ്ടുവരാമെന്നും ശത്രുതകൾ അവസാനിപ്പിക്കാമെന്നും വിശ്വാസം പടുത്തുയർത്താമെന്നും എൻ്റെ മക്കൾ മറന്നുപോയിരിക്കുന്നു, ക്രൈസ്തവർ മറന്നുപോയിരിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെട്ട സ്വർഗത്തിൻ്റെ ഈ ആഹ്വാനം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ നിലപാടുകൾ കൃത്യമായി നമ്മൾ അറിയിക്കുവാനും സമുദായ സ്നേഹത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കുവാനുള്ള ആ പ്രവാചക ദൗത്യം ഏറ്റെടുത്ത് കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കുവാനും വിശ്വാസത്തിൻ്റെ കോട്ട പണിതുയർത്തുവാനും കർത്താവ് നൽകുന്ന ഈ വിളിയോട് യെസ് പറഞ്ഞ് നമുക്ക് അവിടുത്തെ മുമ്പിൽ സറണ്ടർ ആകാം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വിശ്വാസത്തിന് നാഥനായ ഈശോ നൽകുന്ന ഈ കോളിനോട് യെസ് പറയാൻ നമ്മൾ എത്ര പേർ റെഡിയാ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഒരു തിന്മയ്ക്കും ഒരു ശത്രുവിനും നമ്മളെ തകർക്കാൻ സാധിക്കുകയില്ല. ഈ സത്യം മനസ്സിലാക്കി യേശുവിലാണ് രക്ഷ. യേശുവിൻ്റെ കുരിശുമരണം, അവൻ്റെ ഉത്ഥാനത്തിലൂടെ നമുക്ക് ലഭ്യമായ രക്ഷയിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള വിശ്വാസ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. എല്ലാവരും യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സഭാ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ഇന്ന് പിതാക്കന്മാർക്ക് വേണ്ടി, വന്യവൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വിശ്വാസം ധീരതയോടെ പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കരമുയർത്തി വിളിക്കുന്നു, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകം ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നത് കർത്താവേ. നമുക്ക് ഒരുമിച്ച് ഈ വരികൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ചേർന്ന് പാടാം. ആകാശത്തിൻ കീഴിൽ വേറൊരു ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ, പ്രവാചകന്മാർ മുന്നേ ചെന്നൊരു രക്ഷാ സന്ദേശം യേശുനാഥനല്ലയോ. ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. മുന്നേ ചെന്നൊരു രക്ഷാ സന്ദേശം യേശുനാഥനല്ലയോ. ചേർന്ന് പാടാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, ഈശോയേ, 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 യേശുനാമമല്ലാതെ, ഈശോയേ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, 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 ഈശോയേ, യേശുനാമമല്ലാതെ. സ്വരമുയർത്തി വിളിക്കുന്നു, ഈശോയേ. ഞങ്ങൾ വിശ്വാസത്തിന്റെ നാഥനും ഞങ്ങളുടെ കർത്താവുമായ ഈശോയേ. ഇരു കരങ്ങളും ഉയർത്തി നമ്മൾ ഒരുമിച്ച് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ, അഭിഷേകം പകരണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സത്യവിശ്വാസത്തിന്റെ അടിത്തറയിൽ ദൈവജനത്തെ ഒന്നിപ്പിച്ച് നിർത്തുവാൻ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന്റെ കാവൽ ഗോപുരമായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവേ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ സംരക്ഷകരായി, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കാവൽക്കാരായി, ഞങ്ങളുടെ വിശ്വാസത്തെ പടുത്തുയർത്തുന്നവരായി മാറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോയേ. സ്തുതിക്കുന്നു. കർത്താവേ, കൃപ തരണമേ, കർത്താവേ, കൃപ തരണമേ, കർത്താവേ, കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ കൂപ്പി നമ്മുടെ മധ്യേ ദിവ്യകാരുണ്യമായി കടന്നു വന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ഈ രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. സത്യവിശ്വാസത്തിന് അടിത്തറയിൽ ദൈവജനത്തെ ഒന്നിപ്പിച്ച് നിർത്തുവാൻ, വിശ്വാസത്തിന്റെ കാവൽ ഗോപുരമായി മാറുവാൻ വിളി ലഭിച്ചവരാണ് ഓരോ ക്രൈസ്തവനും. ദൈവം നമുക്ക് നൽകുന്ന നിയോഗമാണ് നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ കാവൽക്കാരായി, സംരക്ഷകരായി, ധീരതയോടെ നമ്മുടെ വിശ്വാസത്തെ പടുത്തുയർത്തുന്നവരായി നമ്മൾ മാറണം. നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുവാനും അതിന് ദുർബലമാക്കുവാനും ഇന്ന്
നമ്മൾ കണ്ടുവരുന്ന ശത്രുവിൻ്റെ ചില തന്ത്രങ്ങൾ, നമ്മളെ പരിഹസിക്കുന്ന, അധിക്ഷേപിക്കുന്ന, നമ്മളെ നശിപ്പിക്കുവാൻ ഉപായങ്ങൾ തേടുന്ന, ഭയപ്പെടുത്തിയും പല ട്രാപ്പുകളിലൂടെ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന, അങ്ങനെ നമ്മളെ വിശ്വാസത്തിൽ നമ്മളെ മടുപ്പുള്ളവരും നിസ്സംഗതയുള്ളവരാക്കുന്ന ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളും തകർക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയിലേക്ക് ഈ തലങ്ങളെല്ലാം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവകരുണ നിറഞ്ഞൊഴുകട്ടെ, ദൈവകരുണ നിറഞ്ഞൊഴുകട്ടെ. സഭയെ പരിഹസിക്കുന്നവരെ, സഭയെ അധിക്ഷേപിക്കുന്നവരെ, ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നവരെ, കല, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലൂടെ നമ്മുടെ വിശ്വാസത്തെ പരസ്യമായി അവഹേളിക്കുന്നവരോട് കർത്താവെ കരുണ കാണിക്കണമേ. എസഫാനസ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണ ചൊരിയണമേ. ഒപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന ചില പ്രതിസന്ധികള്, നമ്മുടെ വളർച്ചയില്ലായ്മ, നമ്മുടെ ഇടയിലുള്ള സ്നേഹരാഹിത്യം, അനൈക്യം, വിഭാഗീയ ചിന്തകള്, നമ്മുടെ വളർച്ചയിലുള്ള മുരടിപ്പ് നമ്മൾ കണ്ടു. നമ്മുടെ ജനനസംഖ്യ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെയധികം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക, ഓരോ വർഷം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മൾ അറിയിച്ചു, മോർ ചിൽഡ്രൻ മോർ ബ്ലെസ്സിങ്സ്. ക്രൈസ്തവ കുടുംബങ്ങളെല്ലാം ദിവികാരൻ ഈശോയുടെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുമ്പോൾ ഇത് കൃപയായി സ്വീകരിക്കണം. കൂടുതൽ മക്കൾ, കൂടുതൽ അനുഗ്രഹം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹം വരണോ? നമ്മുടെ സമൂഹങ്ങളിലേക്ക് അനുഗ്രഹം വരണോ? നമ്മുടെ സഭയിലേക്ക് അനുഗ്രഹം വരണോ? ധാരാളം മക്കളെ നമ്മൾ സഭയ്ക്ക് നൽകണം. ഈശോയെ, ഈശോയെ കൃപ തരണമേ, കൃപ തരണമേ. നമ്മൾ പ്രാർത്ഥിക്കുക, കൃപ തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ നമ്മുടെ സമൂഹം, സമുദായം തയ്യാറാകണം. നമ്മുടെ നേതൃത്വം തയ്യാറാകണം. നമുക്ക് അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സമൂഹത്തെ ശക്തിപ്പെടുത്തണം, ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണം. ഞങ്ങൾ നേരിടുന്ന അപജയങ്ങളിലേക്ക് നീ കൃപ തരണം, കൃപ പകരണം. അപ്പാ കൃപ തരണം, കൃപ തരണം. വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കുക, കൃപ ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ കൃപ ഒഴുകട്ടെ, നമ്മുടെ കൂട്ടായ്മകളിൽ കൃപ ഒഴുകട്ടെ, നമ്മുടെ സമൂഹങ്ങളിലേക്ക് ദൈവ കൃപ ഒഴുകട്ടെ. ഈശോയെ, 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 ഈശോയെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഇരു കരങ്ങൾ യാചനാപുറം നീട്ടിപ്പിടിച്ച് നമ്മൾ ഈ വരികൾ സ്വരമുയർത്തി പാടുകയാണ്. നമ്മൾ ഒരുമിച്ച് കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. ഒരുമിച്ച് കൃപ തരണം കർത്താവേ, കർത്താവേ കൃപ വർഷിക്കണമേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. നമ്മുടെ കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ, നമ്മുടെ സമൂഹം ശക്തിപ്പെടട്ടെ. ഒരിക്കൽ കൂടെ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. നമ്മുടെ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരെല്ലാം വിശ്വാസത്തിന്റെ പ്രവാചകരായിട്ട് മാറുവാനായിട്ട്. നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കരുത്. അത് നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുകയും ദുർബലമാക്കുകയും ചെയ്യും. നമ്മുടെ വിശ്വാസത്തെ ഡൈലൂട്ട് ചെയ്യരുത്. വിശ്വാസം നമ്മുടെ സ്റ്റാൻഡ് കൃത്യതയോടെ നമ്മുടെ ജനത്തെ ബോധ്യപ്പെടുത്തുവാൻ നമ്മളെല്ലാം തയ്യാറാകണം. ഈശോയെ, ഈശോയെ, ഈശോയെ കൃപ തരണേ, കൃപ തരണേ പ്രാർത്ഥിക്കുക. നല്ല പ്രബോധകർ സഭയിൽ ഉണ്ടാകണം. യേശുവാണ് രക്ഷകൻ, അവൻ നമ്മുടെ നിത്യരക്ഷകനാണെന്ന് പ്രഖ്യാപിക്കുന്ന, പ്രഘോഷിക്കുന്ന പ്രബോധന ശൈലികൾ സഭയിൽ ഉണ്ടാകണം. ഈശോയെ, 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 ഈശോയെ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം, നമ്മുടെ സ്ഥാപനങ്ങള് ഇതെല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് മാറണം. അപ്പോഴാണ് അവിടെയെല്ലാം കർത്താവിന്റെ കരം പ്രബലമാകുന്നത്. നമുക്ക് അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. വിശ്വാസം ക്ഷയിക്കുന്ന എല്ലാ മേഖലകളും
ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. യുവജനങ്ങള്, കുഞ്ഞുങ്ങള്, കുടുംബങ്ങളെ സമർപ്പിക്കുക. നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ സമർപ്പിക്കുക. ബഹുമാനപ്പെട്ട വന്യ വൈദികരെ സമർപ്പിക്കുക. അഭിനന്ദ പിതാക്കന്മാരെ സമർപ്പിക്കുക. നമ്മുടെ സമൂഹം മുഴുവനെയും സമർപ്പിക്കുക. കർത്താവേ, കരുണ വർഷിക്കണമേ. കർത്താവേ, കൃപ ചൊരിയണമേ. ഞങ്ങളുടെ സമൂഹത്തെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, കൃപ ചൊരിയണമേ. കൃപ ചൊരിയണമേ. അഭിഷേകം പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം, ദൈവശക്തി, ദൈവ കൃപ വെളിപ്പെടട്ടെ. എല്ലാ കെട്ടുകളും അടിയട്ടെ. എല്ലാ മുഖങ്ങളും ഒടിയട്ടെ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ ഈശോയെ നോക്കി തീരുമാനമെടുക്കുക പ്രിയപ്പെട്ടവരെ. കർത്താവ് നമുക്ക് നൽകുന്ന വിളിയോട് നമ്മൾ യെസ് പറയുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ സംരക്ഷകരാകുവാൻ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരാകുവാൻ, നമ്മുടെ വിശ്വാസത്തെ പടുത്തുയർത്തുന്നവരാകാൻ, ഈ കാലഘട്ടത്തിൻ്റെ ഫെയ്ത്ത് ബിൽഡേഴ്സായി നമ്മളെല്ലാം രൂപപ്പെടുവാൻ, കർത്താവേ, ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ സാധ്യതകളെ, എൻ്റെ സമൂഹത്തെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവനേക്കാളും എനിക്ക് വിലപ്പെട്ടതാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു ബോധ്യത്തോടു കൂടി നമ്മുടെ സമൂഹത്തെ സ്നേഹിച്ചുകൊണ്ട്, സമുദായ ബോധം നമ്മിൽ വളർത്തിക്കൊണ്ട്, നമ്മുടെ സഭയുടെ നന്മയ്ക്കു വേണ്ടി, നമ്മുടെ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. ഈ ഒരു തീരുമാനം കർത്താവിന് മുമ്പിലെടുത്ത് നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. തുറന്നുള്ള ദിനങ്ങൾ. നാളെ ബഹുമാനപ്പെട്ട ബിനോയച്ചൻ നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കും. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. 6, 7, 8 തീയതിയിൽ ബഹുമാനപ്പെട്ട ഡാനിയിലച്ചൻ നമുക്ക് വേണ്ടി ശുശ്രൂഷ നടത്തും. അതിശക്തമായ അഭിഷേകത്തിന് പ്രവാഹമുണ്ടാകാൻ മിസ്പ ഈ ശുശ്രൂഷയിലൂടെ എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, അത് നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും നമ്മുടെ സമൂഹങ്ങളിലും സംഭവിക്കുവാൻ വേണ്ടി ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് സാധിക്കുന്നവരൊക്കെ മുട്ടുകൊത്തി ഈശോയുടെ സന്നിധിയിലെ ദിവ്യകാരുണ്യാശീർവാദത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയേ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ നാഥനേ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ നാഥനേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തെ പരിരക്ഷിക്കണമേ. ഈശോയെ, 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 നന്ദി, 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 നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്കേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്കേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്കേ.